ഏവർക്കും വേഗം വരുന്ന ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ സന്ധ്യയിൽ വന്ദനം ചൊല്ലുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ ദൈവവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ച തിരുവെടുത്ത് വളരെ പരിചിതമായ തിരുവെടുത്താണ്. എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 28 വരെയുള്ള തിരുവെടുത്താണ് വായിച്ചത്. ഈ വാക്യത്തെ അടിസ്ഥാനമാക്കി ചില കാര്യങ്ങൾ വചനത്തിൽ നിന്ന് ചിന്തിക്കാം. മൈക്ക് ഒന്നുകൂടൊന്ന്, എൻ്റെ തൊണ്ട അത്ര നല്ലതല്ല. ചെലമ്പിച്ച് നിൽക്കുന്ന എനിക്ക് ഇതൊന്നേ ഉള്ളൂ. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിച്ച് സഹായിച്ചാട്ടെ. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടു കൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ലോകമതിൻ തുടസത്തിനു മുൻപേ നാദ ഞങ്ങളെ ഓർത്ത നിന്നൻപേ. 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 അന്ത്യയുഗം വരെയും ആയതിൻ പിൻപേ
നമ്മൾ പിതാവേ. കരമുയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷകനെ ക്ഷണിച്ച കർത്തദാസൻ സഭ ഇവിടെ പ്രാർത്ഥനയോടെ എത്തിച്ചേർന്നിരിക്കുന്ന മാന്യ ദൈവമക്കൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് വായിച്ചത് എബ്രായ ലേഖനം 9-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 28 വരെയുള്ള തിരുവെടുത്തുകളാണ് വായിച്ചത്. ഏവർക്കും പരിചിതമായ തിരുവെടുത്തുകളാണ്. ഈ തിരുവെടുത്തിൽ വായിച്ച തിരുവെടുത്തിൽ യേശുക്രിസ്തുവിൻ്റെ
3 പ്രത്യക്ഷതയാണ് കാണുന്നത്. യേശുക്രിസ്തുവിൻ്റെ 3 പ്രത്യക്ഷത. അത് ഇങ്ങനെ ചിന്തിക്കുന്നതാണ് നല്ലത്. 1 അവിടുത്തെ പൂർവകാല പ്രത്യക്ഷത. 2 അവിടുത്തെ വർത്തമാനകാല പ്രത്യക്ഷത. 3 അവിടുത്തെ ഭാവികാല പ്രത്യക്ഷത. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ 3 പ്രത്യക്ഷത. ആ 3 പ്രത്യക്ഷതയും ഈ വായിച്ച തിരുവെഴുത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ പൂർവകാല പ്രത്യക്ഷത 26-ാം വാക്യം സഹോദരി വായിച്ചാട്ടെ. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അതാണ് അവിടുത്തെ പൂർവകാല പ്രത്യക്ഷത. 2 വർത്തമാനകാല പ്രത്യക്ഷത. 24-ാമത്തെ വാക്യം വായിക്കാം. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ. ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനായി. അതാണ് ഇപ്പോൾ വർത്തമാനകാല പ്രത്യക്ഷത. 3 ഭാവികാല പ്രത്യക്ഷത. 28-ാം വാക്യം. അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാണ്. അതാണ് ഭാവി പ്രത്യക്ഷത. ഈ വാക്യങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾക്ക് മനഃപ്പാഠമായ വാക്യമാണ്. വിശേഷിച്ച് കർത്താവിൻ്റെ ദാസന്മാര്, ശ്രേഷ്ഠരായ പ്രിയപ്പെട്ടവര്, ജ്യോതിക്കടവിൽ രാജാന്, ബാബു പാസ്റ്റർ, നമ്മുടെ മറ്റ് കർത്തൃദാസന്മാര്, ചക്കളത്തെ നമ്മുടെ ബഹുമാന്യ കർത്തൃദാസൻ സോമൻ പാസ്റ്റർ, അദ്ദേഹം വീട്ടിലെ കൺവെൻഷൻ വെച്ച സമയത്തെല്ലാം അനേക പ്രാവശ്യം പോയി ശുശ്രൂഷിപ്പാൻ ഇടയായിട്ടുണ്ട്. ഏതാണ്ട് 30 കൊല്ലം മുമ്പ് കാവാലത്തും അദ്ദേഹത്തെ വിളിച്ച് അനുഗ്രഹിക്കപ്പെട്ട യോഗങ്ങൾ അവിടെ അന്ന് നടക്കുവാനിടയായി. ഈ സദസ്സിലും ബഹുമാന്യരായ കർത്തൃദാസന്മാർ ഒരാൾ ചരിഞ്ഞു കിടന്ന് നോക്കുന്നു. സോംഭാഷ ഇവിടെ ഉണ്ട്. ആരാ? രാജാനാന്ന് നോക്കി. എനിക്ക് തോന്നി ആ നോട്ടം കണ്ടു. പുള്ളിനി എങ്ങും പോകുന്നില്ല, ഇവിടെ ഉണ്ട്. അപ്പോൾ കറിയാച്ചായനെ ഞാൻ കണ്ടു. ഇവിടെ ഇരിക്കുന്നത് മേരിക്കുട്ടിമാമയാന്നോ? അല്ല, പള്ളിച്ചാനത്തെ ഉരുളച്ചൻ്റെ പെങ്ങള്. കണ്ട്, ഞാൻ കണ്ടു, വിട്ടിരുന്ന് കണ്ടു. അങ്ങനെ പരിചിതരായ ബഹുമാന്യരായ മാതാക്കള്, പിതാക്കന്മാര്, കർത്തൃദാസന്മാർ എല്ലാവരും ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വേദപുസ്തകം നന്നായിട്ട് അറിവുള്ള, ഗ്രഹിച്ചിട്ടുള്ള, അതിനെപ്പറ്റി നന്നായിട്ട് സംസാരിക്കുന്ന, പഠിച്ച ആൾക്കാരാണ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ തിരുവെഴുത്ത് നിങ്ങൾക്കെല്ലാം വളരെ പരിചിതമായ തിരുവെഴുത്തുകളാണ്. അപ്പൊ ഇന്ന് രാത്രി ഇതിനെ അടിസ്ഥാനമാക്കി ശാന്തമായിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിക്കാം. അവിടുത്തെ പൂർവ്വകാല പ്രത്യക്ഷത, വർത്തമാനകാല പ്രത്യക്ഷത, അവിടുത്തെ ഭാവി പ്രത്യക്ഷത. അപ്പോൾ എബ്രായ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് രാത്രി വായിച്ചിരിക്കുന്നത്. ഈ സത്യവേദ പുസ്തകത്തിലെ 66 പുസ്തകത്തിലെ, പുതിയ നിയമത്തിലെ 27 പുസ്തകത്തിൽ, വിശേഷിച്ച 21 ലേഖനങ്ങളിൽ വളരെ ഈടുറ്റ ഒരു ലേഖനമാണ് എബ്രായ ലേഖനം. ഇവിടെ ഇരിക്കുന്നവർക്കറിയാം എബ്രായ ലേഖനം. പുതിയ നിയമത്തിലെ പൊതുലേഖനങ്ങൾ ഏതാണ്ട് 8 എണ്ണമാണ്. എബ്രായ ലേഖനവും, പത്രോസിന്റെ 2 ലേഖനവും, യോഹന്നാന്റെ 3 ലേഖനവും, യാക്കോബിന്റെ ലേഖനവും, യൂദയുടെ ലേഖനവും, ഇങ്ങനെ 5-8 ലേഖനങ്ങൾ പൊതുലേഖനമാണ്. മറ്റേ ലേഖനങ്ങളൊക്കെ സഭയ്ക്ക് എഴുതിയത്, വ്യക്തികൾക്ക് എഴുതിയത് ആയ ലേഖനങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരപേക്ഷ, കൽപ്പനയല്ല, അപേക്ഷ. സഹോദരിമാരെല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ട്. ദയവ് ചെയ്ത് തീരെ അവശതയുള്ളവർക്ക് അടുത്തിരിക്കുന്നവർ സഹായിച്ചു കൊടുക്കണം. എന്നാലും എല്ലാവരും എഴുന്നേക്കണം. അപേക്ഷയാണേ. ഇവിടെ നിൽക്കുന്ന സഹോദരിമാരിയ്ക്കുന്ന കസാരയായിട്ട് മുന്നോട്ട് പോവാം. മക്കളെ, കസാരയായിട്ട് മുന്നോട്ട് പോവാം. അവിടെ പുറകിൽ ബുദ്ധിമുട്ടുന്നു. ഇങ്ങോട്ട് പോവാം. നിരക്കരുത്, പൊടി പറക്കും. കസാരയും പൊക്കിക്കൊണ്ട് മുന്നോട്ട് പോവാം. കൊച്ചെ ഇങ്ങോട്ടും കയറി വാടി, അവക്കങ്ങ് തീരെ വയ്യ.
നീ കയറി വാ. അണ്ടാ ഇതിൻ്റെ കാലും എല്ലാം മാറ്റില്ലേ, കൊച്ചുങ്ങൾ തള്ളിയിടും. മോനെ അതങ്ങോട്ട് മാറ്റും. ഇങ്ങോട്ട് മോനെ ഇങ്ങോട്ട് ഇച്ചിരൂടെ കയറിക്കും. ഇരിക്കുന്ന കസേരയായിട്ട് മുന്നോട്ട് വാ. എല്ലാവരും വാ. ഒരു കസേര എടുക്കാൻ കെൽപ്പം കിടയില്ലാത്തവർക്ക് അടുത്ത് നിൽക്കുന്നവർ സഹായിച്ചു കൊടുക്കണം, എന്നാലും മുന്നോട്ടിരിക്കണം. ഇത് കാണുമ്പം സഹോദരന്മാരും അതങ്ങ് ചെയ്യുന്നത് ഉചിതമാണെന്നാ ദൈവദാസന്മാരെ എഴുന്നേൽപ്പിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ക്ഷമ ചോദിച്ചുകൊണ്ട് ഇരിക്കുന്നത് എല്ലാവരും എഴുന്നേറ്റ്. എല്ലാവരും മോനെ എടാ നീ കസേരയായിട്ട് മുന്നോട്ട് പാടാ. അവൻ പുറകോട്ട് എടാ കറുത്ത ഷർട്ട് ഇട്ടവനെ മുന്നോട്ട് പാടാ. ഇനി വാ, ഇങ്ങോട്ട് വാ, മുന്നോട്ട് വാ, ഇനി മുന്നോട്ട് പോരും. എല്ലാവരും ഇനി മുന്നോട്ട് വാ. അവിടെ കിടന്ന് തെള്ളും തിക്കും ഉണ്ടാക്കാതെ. ഇതെന്താ അനുസരണമുള്ളവരാ. ഇവിടെ പോയി നിൽക്കാൻ പറ്റുമോ? ഇച്ചിരി ഇങ്ങോട്ട് കയറി നിൽക്കാമോ? താഴെ പോവോ? ഇത്ര അടുത്തിരിക്കുന്ന നല്ലത്. മുന്നോട്ട് വാ. ആ സഹോദരന്മാർ എഴുന്നേൽക്കുകയല്ലേ. മുന്നോട്ട് വാ. എന്ത് അനുസരണമുള്ളവർ. നല്ല മനുഷ്യനാണ് നെടുമ്പറംകാർ. അവിടെ ഇരിക്കുന്ന സഹോദരിമാരും കസാരയായിട്ട് മുന്നോട്ട് വരാം. പെണ്ണുങ്ങൾക്ക് നമുക്ക് ചെവിയൊന്നും കേൾക്കാൻ പറ്റും. മുന്നോട്ട് വാ. ഇരിക്കുന്ന കസാരയായിട്ട് വാ. പെട്ടെന്ന് എല്ലാവരും ക്രമീകരണം ചെയ്യാം. ഇനി അവിടെ നിൽക്കുന്നവരും വന്ന് കസാര കൊണ്ടേ ഇരിക്കില്ലെങ്കിൽ അവിടെ ഓടി നടക്കാതെ ഇവിടെ ഒട്ടങ്ങാനും വന്നിരിക്കും. ഇനിയും വരുന്നവരൊക്കെ വന്നിരുന്നോളൂ. ആ തൊപ്പിക്കാരൻ അവിടെ അങ്ങ് ഇരിക്കും. അവിടെ ഇരുന്നു. ദിവ്യജനേശ്വരം ഭവ്യഗുണാത്മകം ദിവ്യജനേശ്വരം ഭവ്യഗുണാത്മക ദിവ്യജനേശ്വരം ഭവ്യഗുണാത്മക ദിവ്യജനേശ്വരം ഭവ്യഗുണാത്മകം ഭാഗ്യമൃതദായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക ദിവ്യജനേശ്വരം ഭവ്യഗുണാത്മക ദിവ്യജനേശ്വരം ഭവ്യഗുണാത്മക ഭാഗ്യമൃതദായക തിരുപാദം ഗതിനായക തിരുപാദം ഗതിനായക ദിവ്യജഡം വെടിഞ്ഞ ലോകെ വന്ന് ദിവ്യജഡം വെടിഞ്ഞ ലോകെ വന്ന് പൂർവികിൽ വന്ന പരദേവ വിഗതജര പരദേവ വിഗതജര പൂർവോദിതമാത്മ നിർവ്യാജവാകത്രേ പൂർവോദിതമാത്മ നിർവ്യാജവാകത്രേ നിർവഹിപ്പാൻ വന്ന സർവേശ്വര സുന്ദര ഹൃദയ
ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം. അപ്പൊ ശ്രദ്ധിക്കുക, പൊതുലേഖനങ്ങളിൽപ്പെട്ട ഈടുറ്റ ലേഖനമാണ് എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തിന് ധാരാളം വിശേഷതകളുണ്ട്. അതിലെ ഒരു വിശേഷത, ഇത് പുതിയ നിയമത്തിലെ ലേവിയ പുസ്തകം എന്നാണ് വേദപഠിതാക്കൾ കൊടുത്തിരിക്കുന്ന ഒരു പേര്. പുതിയ നിയമത്തിലെ ലേവിയ പുസ്തകം. കാരണം യാഗങ്ങൾ, ആരാധന, ആലയം, ശുശ്രൂഷകള്, ഉത്സവങ്ങള്, പെരുന്നാളുകള്, പഴയ നിയമ ഉപകരണങ്ങൾ, ദൈവാലയത്തിലെ ഉപകരണങ്ങൾ, അതിൻ്റെ ക്രമങ്ങൾ, ക്രമീകരണങ്ങൾ, വിധങ്ങൾ, ചട്ടങ്ങൾ, ഇതെല്ലാം എബ്രായ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പഴയ നിയമത്തിലെ ലേവിയ പുസ്തകത്തിന് തത്തുല്യമായിട്ട് പുതിയ നിയമത്തിലെ ലേവിയ പുസ്തകമാണ് ഈ എബ്രായ ലേഖനമെന്നാണ് വേദപഠിതാക്കളിൽ ചിലർ ഇതിന് വിശേഷത കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, വേദപഠിതാക്കളിൽ ചിലര് ഈ എബ്രായ ലേഖനത്തിന് കൊടുത്തിരിക്കുന്ന വേറൊരു വിശേഷത അഞ്ചാമത്തെ സുവിശേഷമാണെന്ന്. കാരണം നമ്മൾ പുതിയ നിയമത്തിൽ മത്തായി സുവിശേഷം, മർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം, 4 സുവിശേഷങ്ങൾ കാണുന്നുണ്ട്, സുവിശേഷ പുസ്തകം. അപ്പോൾ ഈ എബ്രായ ലേഖനം 5ാമത്തെ സുവിശേഷ പുസ്തകമാണെന്നാണ് പറയുന്നത്. അതിനൊരു കാരണം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 സുവിശേഷ പുസ്തകം യേശു ക്രിസ്തുവിൻ്റെ ജനനം, അവിടുത്തെ ജീവിതചര്യകള്, അവിടുത്തെ മഹനീയമായ ശുശ്രൂഷകൾ, അവിടുത്തെ ശുശ്രൂഷകളുടെ വിശേഷതകൾ, വശങ്ങൾ, മരിച്ചവരെ ഉയർപ്പിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നു, ചെകിടർക്ക് കേൾവി കൊടുക്കുന്നു, മുടന്തരെ അവിടെ നിന്ന് നടത്തുന്നു, ഊമരെ സംസാരിപ്പിക്കുന്നു എന്ന് വേണ്ട മത്തായി സുവിശേഷത്തിൽ കൊടുത്തിരിക്കുന്ന പ്രയോഗമനുസരിച്ച് നാനാ വ്യാധികളാലും ബാധകളാലും വരഞ്ഞവരെ യേശു സൗഖ്യമാക്കി. അങ്ങനെയുള്ള അവിടുത്തെ ശുശ്രൂഷയാണ് ഈ 4 പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ 5ാമത്തെ സുവിശേഷമെന്ന് എബ്രായ ലേഖനത്തിൽ വിശേഷിപ്പാൻ ഒരു കാരണം, യേശു ഇപ്പോഴും ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. അതിനെപ്പറ്റി നമ്മൾ വായിച്ച വാക്യത്തിനകത്തുണ്ട്, അവിടുത്തെ മഹനീയമായ ശുശ്രൂഷ ഇപ്പോൾ സ്വർഗത്തിലും അവിടുന്ന് ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ശുശ്രൂഷ എന്തെന്ന് ചോദിച്ചാൽ പക്ഷപാത ശുശ്രൂഷയാണ്. ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴും യേശു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് 5ാമത്തെ സുവിശേഷം എന്നാണ് ഈ പുസ്തകത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണ പദം. എല്ലായിടങ്ങളിലും ഞാൻ പറയുന്ന കാര്യം ഇവിടെ ഒന്നുകൂടെ ആവർത്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. കാരണം അത് പറഞ്ഞു നോക്കൂ. അതെന്താന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രസംഗം കേട്ടിട്ടുള്ളവർക്കെല്ലാം അറിയാം. അത് പറയാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സുവിശേഷത്തെ പറ്റി ചില കാര്യം പറഞ്ഞേച്ചാൽ ഈ 3 പ്രത്യക്ഷത പറയാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഇത് മനഃപാഠമാ. മറ്റുള്ളവർക്കും ഇതൊക്കെ അറിയാം. അറിയാത്ത ആരെങ്കിലും ഇന്ന് രാത്രി ഈ യോഗത്തിൽ സംബന്ധിക്കുന്നെങ്കിൽ, സമീപ സ്ഥലത്ത് നിന്ന് കേൾക്കുന്നെങ്കിൽ, റോഡരികിലോ അല്ലെങ്കിൽ മറ്റു ഇടങ്ങളിലോ ഭവനത്തിൻ്റെ അകത്തോ പുറത്തോ ഒക്കെ നിന്ന്, അല്ലെങ്കിൽ ഓൺലൈനിൽ ദൂരത്തിരുന്ന് ആരെങ്കിലും ഇത് ശ്രദ്ധിക്കുന്നെങ്കിൽ, വീക്ഷിക്കുന്നെങ്കിൽ, കേൾക്കുന്നെങ്കിൽ, അവരോട് ഇന്ന് രാത്രി അവരെ ഉന്നം വെച്ചായി പറയുന്നത് എന്ന് പറഞ്ഞാൽ അവരിത് അറിയണം ഇവിടെ എന്തുവാണ് നടക്കുന്നത്. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുക. ഈ ചിലക്ക് ഇന്നാൾ എന്നോട് ഒരാൾ പറഞ്ഞു, ഇത് ഒത്തിരി നാൾ കൊണ്ട് കേൾക്കുക. ഏതാ സുവിശേഷം? ഇതല്ലേ കേൾക്കണ്ടേ? അല്ല പാസ്റ്റേ, ഈ പറയുന്നത് തന്നെ പിന്നെയും പിന്നെയും പറയുന്നു. അതാ പറയണ്ടേ. എത്ര നാളായി ചോറ് കഴിക്കാൻ തുടങ്ങിയിട്ട്? ഒന്ന് കഴിച്ചെന്നോർത്ത് നിർത്തിയോ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഒരു നേരമെങ്കിലും ചോറ് ശീലിച്ചതാ. ആട്ടെ, അപ്പൊ ഇത് കേൾക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ദൈവത്തിന് മഹത്വം. ഇത് കേൾക്കണം. ഏതാ? സുവിശേഷം. സുവിശേഷം. അപ്പൊ ഇത് ചിലർക്ക് ആവർത്തന വിരസതയായി തോന്നും. പ്രയാസപ്പെടേണ്ട. നമുക്ക് ഒരു പുസ്തകം തന്നെ തന്നിരിക്കുന്ന ആവർത്തനം വന്ന ഒരു പുസ്തകം തന്നെ വായിച്ചിട്ടില്ലയോ? ഒരു പുസ്തകത്തിന്റെ പേര് തന്നെ അങ്ങനെ ഷാജി പാസ്റ്റർ ആവർത്തന പുസ്തകം എന്ന് പറഞ്ഞാൽ ഓ, ആ പൊന്നുവാ തുറന്ന് എന്തേലും ഒന്ന് പറ.
അല്ലാത്തതിനൊക്കെ നല്ല അണ്ണാക്കാന്നല്ലോ. മരുമകളോട് കൊമ്പ് കോർക്കാനും അമ്മായിമ്മയെ പള്ളു പറയാനും അപ്പുറത്തുകാർ അതിര് മാന്തി എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കാനും വല്ല എന്തോ നൈറ്റിയൊക്കെ എടുത്ത് കുത്തിവെച്ചാൽ നിപ്പൊക്കെ ഒന്ന് കാണും. അതിനൊക്കെ നല്ല വിരുദ. വേറെ പുസ്തകത്തിലെ കാര്യം ചോദിക്കുമ്പം ഊമം തെറ്റിയിരിക്കുക. അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പുസ്തകം തന്നെ ആവർത്തന പുസ്തകം. ആവർത്തനം, പുതിയ കാര്യമൊന്നുമില്ല, പഴയ കാര്യമാണ്. ഓർമ്മിക്കുക. അപ്പം നിങ്ങൾ പറയും അത് പഴയ നിയമത്തിലല്ലയോ, പുതിയ നിയമത്തിലും ഉണ്ട് തെളിവ്. പൗലോസ് ഫിലിപ്പിയ ലേഖനത്തിൽ പറഞ്ഞു, വായിച്ചേ 4:1. പെട്ടെന്ന് വായിച്ചോ, പെട്ടെന്ന് വായിക്കണേ. വായിക്കുന്ന മാന്യ സഹോദരിയുടെ പേര് പറഞ്ഞാട്ടെ. ഷിനു. ഷിനു. നല്ല പേരാ, വായി. അതുകൊണ്ട് എന്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, 3:1 വായിച്ചോ. ഒടുവിൽ എന്റെ സഹോദരന്മാരെ, കർത്താവിൽ സന്തോഷിപ്പീൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുതുന്നതിൽ എനിക്ക് മടുപ്പില്ല. പിന്നെയും ആവർത്തനമാ. ഇത് നേരത്തെ പറഞ്ഞതാ. പിന്നെയും പറയുക. അപ്പോൾ ആവർത്തനം ഒരു പുസ്തകമുണ്ട്. പുതിയ നിയമത്തിൽ പൗലോസ് പറയാ പിന്നെയും. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെയും ഇത് തന്നെ പറയുന്നത്. സുവിശേഷം. ഇന്ന് രാത്രി 1-2 കാര്യങ്ങൾ ഇവിടെ പറയുന്നത് ഉചിതമാണെന്ന് എനിക്കും ദൈവാത്മാവിനും ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. അപ്പോൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷം എന്താ? ഈ സുവിശേഷം ചില ആൾക്കാർ സുവിശേഷത്തെ പറ്റി വികലമായിട്ടൊക്കെയാണ് ചിത്രീകരിക്കുന്നത്. എന്താണ് സുവിശേഷം? അപ്പൊ എന്തല്ല സുവിശേഷം അത് അറിഞ്ഞേച്ച് എന്താണ് സുവിശേഷം എന്നറിയുന്നതാണ് നല്ലത്. എന്തല്ല സുവിശേഷം? അപ്പൊ അത് പറയാം. ഒന്ന്, സുവിശേഷം മതം മാറ്റമല്ല. കാരണം ഇത് മതമല്ല. അല്ല, ഈ മാർഗം മതമല്ല. തന്നെയല്ല ഇത് മതപ്രസംഗമെന്നല്ല എഴുതിയേക്കുന്നത്. എന്തുവാ? രഹബോത്ത് വർഷിപ്പ് സെന്റർ. തെറ്റിയോ? ഇംഗ്ലീഷ് വലിയ വശമില്ല. ഫ്രീഡം ഇൻ ക്രൈസ്റ്റ് ക്രൂസേഡ്. അപ്പൊ ഇവിടെ എങ്ങും മതപ്രസംഗം എന്ന് എഴുതിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഉറപ്പിച്ചും തറപ്പിച്ചും എൻ്റെ ശ്രോതാക്കളോട് പറയാ, ഇത് മതപ്രസംഗമല്ല. അല്ല. എന്നെ ബഹുമാനപ്പെട്ട ഷാജി പാസ്റ്റർ പറയുക, ഇന്ന് 5-ാം തീയതി വൈകുന്നേരം നെടുമ്പുറത്ത് പാലത്തിന് വരെ പോകേണ്ട, അതിന് ഇപ്പുറം വന്ന് ശുശ്രൂഷിക്കണം. എന്നാ ശുശ്രൂഷിക്കുക? അത് അനീഷ് പാസ്റ്റർ ഒരു മതപ്രസംഗത്തിനാ. ഞാൻ പോകുകയില്ല. കാരണം ഞാൻ ഒരു മതത്തിൻ്റെ ആളല്ല. അതുകൊണ്ട് എന്നെ കേൾക്കേണ്ട പ്രിയരെ, ഇത് മതപ്രസംഗമല്ല. അപ്പൊ എന്തല്ല സുവിശേഷം അതാദ്യം മനസ്സിലാക്കും. ഒരു തള്ള പറഞ്ഞു കിടക്കുക മതം മാറ്റുക. തള്ളയ്ക്ക് വട്ട് പിടിച്ച് ഒത്തിരി എണ്ണമുണ്ട്. അയ്യോ, എൻ്റെ കേൾവിക്കാരോട് ഞാൻ പറയാം, ഇത് മതപ്രസംഗമല്ല, ഇത് സുവിശേഷ പ്രസംഗമാണ്. എന്ന് പറഞ്ഞാൽ സുവിശേഷം മതം മാറ്റുക. എല്ലാവരും മതം മാറണ്ട. എന്തിനാ മാറുന്നത്? ചിലര് തുണി മാറും പോലെ മതം മാറുന്നത്. തുണി മാറും പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് കിട്ടുമ്പം മറ്റേത് ഊരക്കളയ. അങ്ങനെ മോനെ, നീ അവിടെ ഇവിടെ അടങ്ങിയിരിക്കണം. ഇനി നീ അങ്ങോട്ടും ഇതെല്ലാം കൂടെ തൂക്കി കെട്ടി നടന്ന ഈ പെണ്ണുങ്ങളെല്ലാം നിന്നെ തന്നെ നോക്കിയിരിക്കുക. അതവിടെ വെച്ച് നീ അവിടെ അങ്ങനെ ഇനി അത് മതി. മോൻ അവിടെ എങ്ങാനും അടങ്ങിയിരിക്കും. മോനും ഇത് കേൾക്ക്, നിനക്കും ഗുണം വരുന്ന കാര്യം. അവിടെ ഇരിക്കും. ഇടയ്ക്ക് ഞാൻ കൈ കാണിക്കുമ്പം വന്നോണം കേട്ടോ. അതുവരെ അവിടെ ഇരുന്നോണം. ദൈവം നിന്നെ അനുഗ്രഹിക്കും. വിളിച്ച് പറ, പുള്ളി മെനക്കേടാന്ന് പറ, അതിൻ്റെ കേന്ദ്രത്തിലോട്ട് പറഞ്ഞു. അപ്പൊ ഒരു കാര്യം ഇന്ന് രാത്രി പറയാം. സുവിശേഷം എന്താന്ന് ചോദിച്ചാൽ, സുവിശേഷം മതപ്രസംഗമല്ല, മതം മാറ്റമല്ല. 2, സുവിശേഷ പ്രസംഗമെന്ന് പറഞ്ഞാൽ സുവിശേഷം സഭ മാറ്റുന്നതല്ല. അല്ല. കത്തോലിക്കയിലിരുന്നവനെ പിടിച്ച് യാക്കോബായി വെച്ചു. യാക്കോബയിലായിരുന്നവനെ പിടിച്ച് ഓർത്തഡോക്സ് കയറ്റി. ഓർത്തഡോക്സിലിരുന്നവൻ നേരെ മാർത്തോമായി പോയി. മാർത്തോമാകുന്നവൻ ഉണ്ടയിട്ട് ഇവാഞ്ചലിക്ക് ചെന്നു. ഇവാഞ്ചലിക്ക് മുങ്ങി ഇവൻ ബ്രദർ കയറി. ബ്രദറിൽ നിന്ന് ഊളിക്കിട്ട്, കുട്ടനാടൻ ഭാഷയാ പറയുന്നത്. നെടുമ്പറല്ലേ? അല്ല, മനസ്സിലാകും എല്ലാവരും. പെന്തിക്കോസിന്ന് അവൻ ഊളിയിട്ട് പിന്നെ എവിടാ പോയത്? അറിയാവില്ല പോയത് എവിടാന്ന്. ഇത് സഭ മാറ്റുന്ന മാർഗമല്ല സുവിശേഷം. സംഘടന മാറ്റുന്ന മാർഗവുമല്ല സുവിശേഷം. ദൈവത്തിന് മകൻ. അപ്പൊ സുവിശേഷം എന്തല്ല? 1, ഇത് മതം മാറ്റമല്ല. 2, സഭ മാറ്റമല്ല.
3 സംഘടന മാറുന്നതല്ല. അല്ല, നിങ്ങൾ നേരത്തെ എവിടെ ആയിരുന്നു? ഞങ്ങൾ ഇന്നടുത്തായിരുന്നു. ഇപ്പൊ എവിടെ? ഇപ്പൊ ഞങ്ങൾ എങ്ങും ഇല്ലാതെ ഇങ്ങനെ നീക്കുക. ഞങ്ങളുടെ പരുവത്തിന് എന്തേലും വന്നാൽ ഞങ്ങൾ കയറി ഏനായാലും വള്ളം മുങ്ങി. അതുപോലെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇത് സംഘടന മാറുന്ന സംഘടനയെ പറ്റിയുള്ള കാര്യമല്ല ഈ പറയുന്നത്. പിന്നെ എന്തുവാ സുവിശേഷം? ആ സുവിശേഷം എന്തല്ല? ഇത് ജാതി സ്പർദ്ധ ഉണ്ടാക്കുന്ന മാർഗമല്ല. ഞങ്ങൾ ഇന്ന ജാതിയാ, കൂടിയ ജാതിയാ, ഞങ്ങൾ ഇന്നയിടത്തെയാ, ഞങ്ങൾ ഇച്ചിരിയൊക്കെ കിളന്നതാ, അതുകൊണ്ട് മറ്റവൻ കുറഞ്ഞതാ, അതുകൊണ്ട് ഞങ്ങൾ മാത്രം ഇവിടെ താമസിച്ചാൽ മതി. ഈ ഏരിയ ഞങ്ങളുടെ ഏരിയയാണ്, ഈ താലൂക്ക് ഞങ്ങളുടെ താലൂക്കാണ്, ഈ ജില്ല ഞങ്ങൾക്ക് തന്നിരിക്കുക. പിന്നെ ഇവിടെ അങ്ങനെയുള്ള ചിന്ത ഉണ്ടാകരുത്. ജാതി സ്പർദ്ധ, മതസ്പർദ്ധ ഇതൊന്നും പാടില്ല. മനുഷ്യനെ മനുഷ്യനായിട്ട് കാണണം. ഏത് വ്യക്തിക്കും അവൻ്റെതായ വ്യക്തിത്വമുണ്ട്. എടാ, ഭിക്ഷയെടുക്കുന്ന ഒരു വ്യക്തിയും വ്യക്തിത്വമുള്ളവനാ. അവൻ ഭിക്ഷക്കാരന് അവന്റെ സാഹചര്യം കൊണ്ടായിരിക്കും ഭിക്ഷ ചോദിക്കുന്നത്. അന്തസ്സില്ലയോ? കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റുന്ന മന്ത്രിമാരെക്കാളും അന്തസ്സുണ്ടല്ലോ ഭിക്ഷ എടുക്കുന്നവന്. കുംഭകോണം കാണിച്ച ജവം പിന്നെ നടക്കുക. തരണേ എന്നാ തരണോ? ഇപ്പോഴാണ് എല്ലാവരും അങ്ങ് തൊഴുക. ഇത് കഴിയുമ്പോൾ അവൻ തൊഴിക്കും. ഞാനൊരു കാര്യം പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായി ചോദിച്ചാൽ മതി. ഞാൻ ഒരാടെ ആളല്ല. നാട്ടുകാർക്ക്, നാടിനും, സമൂഹത്തിനും, മനുഷ്യവർഗത്തിനും ഗുണം വരുന്നവര് നല്ല രീതിയിൽ വരട്ടെ. ഇപ്പൊ അത്രോ പറയുന്നു. ആട്ടെ, ഒരു തന്നെയും മല്ലേലിയ പറയാൻ ഇതിനിടയിൽ ഉണ്ടായിരുന്നല്ലോ. അത് തന്നെ വലിയ കാര്യം. ഇത് ജാതി സ്പർദ്ധ ഉണ്ടാക്കുന്നതല്ല സുവിശേഷം. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാത്രം ഇവിടെ താമസിച്ചാൽ മതി, വേറെ ആരും വേണ്ട, മറ്റവന്റെ എല്ലാം പെടലി എടുക്കടാ, അവനെ കത്തി പള്ളക്ക് കയറ്റടാ, അവനെ കത്തി കുത്തിയേച്ച് വരുമ്പോൾ വത്സ ഞാൻ നിന്നിൽ, പിന്നെ വത്സ. ഇത് അങ്ങനെ കൊലയ്ക്ക് കൊടുക്കുന്ന മാർഗമല്ല സുവിശേഷം. അവരന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന മാർഗമല്ല സുവിശേഷം. അല്ല, മറ്റു വ്യക്തിയെ മുടിച്ചു കളയുവാൻ, നശിപ്പിച്ച് കളയുവാൻ പ്രേരണ കൊടുക്കുന്ന മാർഗമല്ല സുവിശേഷം. ഇങ്ങനെ പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്. പിന്നെ എന്തുവാ സുവിശേഷം? ഒറ്റ വാക്കിൽ പറയാം. സുവിശേഷം എന്തെന്ന് ചോദിച്ചാൽ നസറായനാകുന്ന യേശു ക്രിസ്തു. വായിച്ചോ. ഷിനു എന്നല്ലേ പേര്? ദാവീദിന്റെ സന്തതിയായി എടുത്തു വെച്ചിരിക്കുക. നല്ല തീട്ടമാണല്ലോ. ഏത് സഭയിലാ കൂടുന്നത്? അതിന്റെ അറിയാനുണ്ട്. വായിച്ചോ ഷിനു, വായില്. കണ്ടോ, എടുത്ത് എന്ത് കൃത്യമായിട്ടാ വായില്. ദാവീദിന്റെ സന്തതിയായി. ഷാജി പാസ്റ്റർക്ക് എവിടെ നിന്ന് കിട്ടി? സെലക്ട് ചെയ്ത് കൊണ്ടുവന്നതാ. ഡൽഹിയിൽ നിന്ന് വരുത്തിയിരിക്കുക. കണ്ടോ, കേന്ദ്രത്തിൽ നിന്ന് വരുത്തിയിരിക്കുക. ഇന്ന് രാത്രി വചനം വായിക്കാൻ. ഇന്നലെയും കേന്ദ്രത്തിൽ നിന്ന് ആള് വന്നല്ലോ. ഇന്നലെയും കേന്ദ്രത്തിൽ നിന്ന് ഇന്നും വന്നിരിക്കുക. ആട്ടെ, നല്ല കാര്യം. വായിച്ചോ ഷിനു. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട്. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ടെന്നും പറഞ്ഞ് നിർത്തിയില്ല, ചേർത്ത് പറഞ്ഞിരിക്കുക. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒന്നുകൂടെ ആവർത്തിക്കാം. മതം മാറ്റമല്ല, സഭ മാറ്റമല്ല, സംഘടന മാറുകയല്ല, മറ്റുള്ളവനെ കൊലയ്ക്ക് കൊടുക്കുന്ന മാർഗമല്ല, മറ്റുള്ളവനെ നശിപ്പിക്കുന്ന മാർഗമല്ല, അവരെന്നെ അപഹരിക്കുന്ന മാർഗമല്ല, മറ്റുള്ളവന്റെ സ്വൈര്യം കെടുത്തുന്ന മാർഗമല്ല. പിന്നെന്താണ് സുവിശേഷം? വായിച്ചു കേട്ടല്ലോ. അവൻ ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്ന സുവിശേഷം. എന്നേശു ജീവിക്കും, ആയതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ. എന്നേശു ജീവിക്കും. കൈയടിച്ച് പാടും. ഞാനും എന്നേക്കും ജീവിക്കയാൽ. ഓ, ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ല എനിക്കെല്ലാം യേശുവത്രേ. ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ. ജയം
വിളിക്കുന്നവനോട് പറ 10 മണി കഴിഞ്ഞ് വിളിക്കാൻ പറ. കണ്ട് വിട്ടിരുന്നോണ്ട് കുറച്ച് പറഞ്ഞ് കേൾക്കുന്നില്ല, പിന്നെയും പോവുക. അപ്പൊ ശ്രദ്ധിച്ചേ, എന്താണ് സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. അതാ സുവിശേഷം. ഓടിച്ചു പോകുക. എന്തിനാ സുവിശേഷം? എന്തിനാ സുവിശേഷം? എന്തിനാ? ചില ആൾക്കാർ പറയാറുണ്ട് കണ്ണടച്ച് ഫോട്ടോ എടുത്ത് വെച്ച് കാശ് മേടിക്കാനത്. പിന്നെ സുവിശേഷം എന്തിനാ? കാശുണ്ടാക്കാനല്ല. സുവിശേഷം എന്തിനാ? ആൾബലം കൂട്ടാനല്ല. എന്തിനാ സുവിശേഷം? ഒറ്റ വാക്കി പറയാം. കേട്ടോണ്ടിരിക്കുകയാണല്ലോ. കേട്ടോ, സുവിശേഷം എന്തിനാന്ന് ചോദിച്ചാൽ സകല മനുഷ്യനും രക്ഷപ്പെടാനാ. ഒരു വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല, ഒരു സമൂഹത്തിൽപ്പെട്ടവർ മാത്രമല്ല, ഒരു ഏരിയയിൽപ്പെട്ടവർ മാത്രമല്ല, ഒരു സംഘടനപ്പെട്ടവർ മാത്രമല്ല, ഈ ലോകത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യനും രക്ഷപ്പെടണം. വായിച്ചേ തീത്തോസ് 2:11 വായിച്ചേ. ഷിനു വായിര് തീത്തോസ് 2:11. എന്തിനാണ് സുവിശേഷം? പെട്ടെന്ന് വായിച്ചാട്ട്. തീത്തോസ് 2:11 പെട്ടെന്ന് വായിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഞാൻ താഴോട്ട് വായിപ്പിക്കുന്നില്ല. കേട്ടല്ലോ. അവിടെ എഴുതിയിരിക്കുക സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ എന്ന് പറഞ്ഞാൽ എന്തിനാണ് സുവിശേഷം എന്ന് ചോദിച്ചാൽ സകല മനുഷ്യനും രക്ഷപ്പെടണം. അത് ക്രൈസ്തവനെന്നോ അക്രൈസ്തവനെന്നോ നിരീശ്വരവാദിയെന്നോ ബുദ്ധനെന്നോ ജൈനനെന്നോ പാഴ്സിയെന്നോ അറബിയെന്നോ അല്ലെങ്കിൽ മുസ്ലിമെന്നോ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒന്നും അകതിൽ കറുത്തവനെന്നോ വെളുത്തവനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ കുചേലനോ കുബേരനോ നിറവ്യത്യാസം ഒന്നുമില്ല, സ്ഥലവ്യത്യാസവുമില്ല. ഈ ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കുന്ന സകല പ്രിയപ്പെട്ടവരും രക്ഷപ്പെടണം. അപ്പോൾ സകല മനുഷ്യന്റെ രക്ഷയ്ക്കാ സുവിശേഷം. എല്ലാവരും രക്ഷപ്പെടണം. അതിനായി ഈ തൊണ്ടയൊന്നും മയ്യാഞ്ഞിട്ടും പിന്നെയും പറയാന്ന്. നാളൊരു തള്ള ചോദിച്ചു എന്തിനായി കിടന്ന് കാറുന്നെന്ന്. എന്തിനാന്ന് ചോദിച്ചാൽ എൻ്റെ തള്ളയെ എങ്ങനെയായാലും ആരെയും ഒക്കെ രക്ഷപ്പെടട്ടെ. അതിനാ ഈ പൈസയൊക്കെ ചിലവാക്കി ഇങ്ങനെ പാട്ടുകാരെയും വിളിച്ച് വേണ്ട വീഡിയോക്കാരനെയും വിളിച്ച് എന്നോട് ഞാൻ പറഞ്ഞു കേട്ടോ. ഇതെല്ലാം ഇങ്ങനെ കൂടെ ചെയ്തു. വേണ്ട ജയ്സനെയും കൊണ്ടുവന്ന് നിർത്തി. സുബിന് വക്കം വന്ന് നമ്മുടെ വക്കം രാജേഷ് വക്കം ഇവരെയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇരുത്തി ഈ സെറ്റ് ഒക്കെ വർക്ക് ചെയ്യിപ്പിച്ചു. മോനെ സെറ്റ് നന്നായിട്ട് ചെയ്യിപ്പിച്ചു, കുഴപ്പമില്ല, ഇന്നുകൊണ്ട് തീരുകയല്ലേ, ഇങ്ങനെ കൊണ്ട് പോട്ടെ. ഇതെല്ലാം ഇങ്ങനെ ചെയ്യിപ്പിച്ച് ഈ കസേരയൊക്കെ എടുത്തിട്ട് പന്തലും യോഗ്യമായിട്ടൊക്കെ ഇട്ട് ഈ സ്ഥലവും തന്നെ പ്രിയപ്പെട്ടവരും എല്ലാവരും ഇതെന്താ ഇങ്ങനെ ചിലർക്ക് ഇത് പോഷത്വമായിട്ട് തോന്നും. അത് ചിലർ അങ്ങനെ ആ പുസ്തകത്തിൽ വായിക്കും. പക്ഷേ ഇത് നമുക്ക് ദൈവശക്തിയാ. എന്തിനാണെന്നറിയാമോ? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ഈ രക്ഷ കരസ്ഥമാക്കുവാൻ ഒന്നും കൊടുക്കണ്ട. വേറെ രക്ഷയ്ക്കൊക്കെ ഒത്തിരി സാധനങ്ങൾ കൊടുക്കണം. ഈയിടെ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ എന്നോട് പറഞ്ഞു, എടാ ഇച്ചിരി കാശ് വേണം. ഞാൻ ചോദിച്ചു എന്തിനാ? കഞ്ഞി വെക്കാനാണോ? അല്ല, ഒരു സ്ഥലത്തോട്ട് പോകാനാ. ഞാൻ ചോദിച്ചു അവിടെ പോകുന്നത്? അവിടെ എന്തുവാ വണ്ടിക്കൂലി? എവിടോട്ടാ പോകുന്ന സ്ഥലം പറഞ്ഞു. എന്നാ അങ്ങോട്ട് പോകാൻ വണ്ടിക്കൂലി തരാം. വണ്ടിക്കൂലി വേണ്ട, അവിടെ ചെല്ലുമ്പം കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകണം. ഇവിടെ അല്ലെങ്കിൽ വടക്ക് സൈഡിലാണ് കുറേ സാധനം വേണമെന്ന്. എന്തൊക്കെ സാധനത്തിന് ലിസ്റ്റ് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളി. ഞാൻ ചോദിച്ചു തള്ളേ ഇതെല്ലാം കൂടെ അങ്ങോട്ട് കൊണ്ടുപോകുന്നത് എന്തിനാ? പല വിധേന ഒന്ന് രക്ഷപ്പെടാനാ. ഞാൻ പറഞ്ഞു മുട്ടുകുത്തുക, 5 പൈസ കൊടുക്കണ്ട, അര കാശ് മുടക്കണ്ട. അരിയും വേണ്ട, തുണിയും വേണ്ട, മണിയും വേണ്ട, കിണിയും വേണ്ട, ആടും വേണ്ട, മാടും വേണ്ട, കാടും വേണ്ട, ഒന്നും വേണ്ട. ഇപ്പം മുട്ടുകുത്ത്, യേശു നിന്നെ രക്ഷിക്കും. നേർച്ചപ്പെട്ടിയും വേണ്ട, നേർച്ച ഇടണ്ട, ഒന്നും കൊടുക്കണ്ട. അവൻ ഇന്ന് രാത്രി കേൾക്കുന്ന കിടത്ത് നിന്ന് ഇരിക്കുന്ന കിടത്തിരുന്ന് ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണം, എൻ്റെ യേശുവേ എന്നെ രക്ഷിക്കണം, എൻ്റെ ദൈവമേ എൻ്റെ ഉള്ളത്തിലേക്ക് എഴുന്നള്ളി വരണം. എൻ്റെ ഈ തരാനൊന്നുമില്ല, പക്ഷേ ഇന്ന് രാത്രി എന്നെ അങ്ങ് തരിക. ആരിന്ന് രാത്രി പ്രാർത്ഥിക്കും, ആരിന്ന് രാത്രി സമർപ്പിക്കും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ പറക മനമേ, ഇകത്തിലുണ്ടോ പറക. യേശുവല്ലാതെ വേറൊരു രക്ഷകൻ ഇകത്തിലുണ്ടോ
ഒരു ഭൗതിക വസ്തു കൊടുക്കണ്ട. ഇരിക്കുന്ന കിടത്ത് കേൾക്കുന്ന കിടത്ത് ഒറ്റ വാക്ക് പ്രാർത്ഥിക്കുക, യേശു നിന്നെ രക്ഷിക്കും. യേശു ഒരു വിഭാഗത്തിന്റെ കുത്തകയൊന്നും അല്ല കേട്ടോ. ചില ആൾക്കാർ യേശുവിനെ അങ്ങ് തടുത്ത് വെച്ചുകൊണ്ടിരിക്കുക, ഞങ്ങളുടെ ആന്ന്. പൊട്ടങ്കണാപ്പ കത്തോലിക്കിന്റെ കുത്തകയല്ല ക്രിസ്തു. യാക്കോബ, ഓർത്തഡോക്സ്, മാർത്തോമ, റീത്ത്, ലത്തീന്, ലണ്ടന്, CSI, CMS, ആംഗ്ലിക്കൻ, സാൽവേഷൻ ആർമി ഒത്തിരി ഉണ്ട്, ബെന്തിക്കോസ് ബ്രദർ ഒത്തിരി ഉണ്ട്. ഇവരുടെ ആരുടെയും കുത്തകയല്ല ക്രിസ്തു. ക്രിസ്തു മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്. ഏത് വ്യക്തിക്കും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കാം. ഏത് വ്യക്തിക്കും യേശുവിനെ അനുഗമിക്കാം. ഏത് വ്യക്തിക്കും യേശു ക്രിസ്തുവിനെ ആരാധിക്കാം. അവിടുന്ന് മുഴു ലോകത്തിൻ്റെയും ദൈവമാണ്, ദൈവത്തിന് മകൻ. അപ്പോൾ എന്താണ് സുവിശേഷം? അത് യേശു ക്രിസ്തുവാണ്. എന്തിനാ സുവിശേഷം? അത് സകല മനുഷ്യനും രക്ഷപ്പെടാനാണ്. ഓടിച്ചു പോകാം. ഇനി ആരാ സുവിശേഷം കേൾക്കണ്ട? സുബിയെ വായിച്ച് ഷിനു അല്ലേ? ഷിനു വായിച്ച് സുവിശേഷം ആരൊക്കെ കേൾക്കണം? മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യവും 13-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യവും 2 വാക്യം വായിക്കണം. 2-നകത്തും എഴുതിയിട്ടുണ്ട് ആരാ കേൾക്കേണ്ടത്. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം അപ്പൊ സകല സൃഷ്ടി ഇത് കേൾക്കണം. അതായത് സൃഷ്ടിയല്ല ഇപ്പൊ ഞരങ്ങിക്കൊണ്ടിരിക്കുക. സകല സൃഷ്ടി ഈറ്റുനോവോടെ ഞരങ്ങിക്കൊണ്ടിരിക്കുക. അതിന് ഇതിനൊരു വിടുതലുണ്ട്. ഈ ഭൂമിക്കൊരു വീണ്ടെടുപ്പുണ്ട്, സൃഷ്ടികൾക്കെല്ലാം ഒരു വീണ്ടെടുപ്പുണ്ട്. മൃഗമൊക്കെ സംസാരിക്കുന്ന ഒരു സമയമുണ്ട്. ഇതിപ്പോൾ പാപം വന്നതുകൊണ്ടാണ് ഇതെല്ലാം. മൃഗം സംസാരിക്കുമ്പോൾ കന്നാലി വിളിക്കുന്ന അമ്മേന്ന് വിളിക്കുന്ന കേട്ടില്ലേ? ഉടനെ നല്ലയും പറയും, മരുന്നടി എനിക്ക് ഞാനിതങ്ങോട്ട് ഇട്ടേച്ച് വരാം. കണ്ടോ എന്തോരം നല്ല സംസാരം. തത്തയെ കൊണ്ട് പറയിപ്പിക്കുന്നില്ലേ? മാടത്തെ മൈനയൊക്കെ പറയുകയല്ലേ? കാക്കയെ കൊണ്ട് വരെ പറയിപ്പിക്കുന്നവർ ഉണ്ട്. അപ്പം ഇപ്പം ഇത് ശരിക്കും ക്ലിയർ ആകാത്ത എന്നാന്ന് ചോദിച്ചാൽ ഇത് പാപം പ്രവേശിച്ചത് കൊണ്ടാണ്. ഇതെല്ലാം മാറും. അതിനൊരു തെളിവാ. കഴുത സംസാരിച്ചില്ലേ? കഴുതയ്ക്ക് മുമ്പേ പാമ്പ് വന്ന് തള്ളയോട് വേണ്ടിയില്ലേ? ഇല്ലേ? അമ്മാമയും പാമ്പും കൂടെ എന്ത് മിസ് കോള് വിട്ട്. അപ്പൊ ഈ ഭൂമിയില്ല, ഈ സൃഷ്ടികളെല്ലാം ഇപ്പൊ ഞരങ്ങിക്കൊണ്ടിരിക്കുക. നമ്മൾ പാടുന്ന ഒരു പാട്ടിന്റെ ഒരു വരിയുണ്ട്, അറിയാവുന്നവർ ചേർന്ന് പാടിക്കും. സർവസൃഷ്ടികളും ഏകമായി എങ്ങിടും രോദനം കേൾക്കണേ. സർവസൃഷ്ടികളും ഏകമായി എങ്ങിടും രോദനം. രക്ഷക നീ വന്നിടാതെ ഇല്ലെന്തു ക്ഷിപ്രമായി എഴുന്നള്ളേണം യേശുവേ. മൽപ്രിയനേ ഇത്തരയിൽ ഇത്തരയിൽ വാങ്ങു നീ ശുദ്ധരെ ചേർത്തിടേ. അപ്പൊ ശ്രദ്ധിക്കുക, സകല സൃഷ്ടികളും ഈ സുവിശേഷം കേൾക്കണം. ഇനി 13-ാം അധ്യായത്തിന്റെ 10 വായിച്ചേ. എന്നാൽ സുവിശേഷം മുൻപേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകും. സുവിശേഷം മുൻപേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാകും. സകല സൃഷ്ടികളും ഇത് കേൾക്കണം, സകല ജാതികളും ഇത് കേൾക്കണം. ആ ഉദ്ദേശത്തിലാ ഇത് ഇവിടെ നടത്തുന്നത്. എല്ലാവരും കേൾക്കണം. ഇഷ്ടമുണ്ടേ അംഗീകരിച്ചാൽ മതി, ഇഷ്ടമുണ്ടേ വിശ്വസിച്ചാൽ മതി. ഞങ്ങൾ ആരെയും നിർബന്ധിക്കുകയല്ല. വിശേഷിച്ച് ഞാനാണ് ഒരുത്തനെ നിർബന്ധിക്കുക. വരുന്നവനോട് ഞാൻ പറയുന്നത്, നിനക്ക് ഇഷ്ടമുണ്ടല്ലേ ഇതിനകത്ത് നിൽക്കാവുള്ളൂ. ചുമ്മാ 3-4 ആഴ്ച ഇവിടെ വന്ന് അണ്ടം തിണ്ടമെല്ലാം നടന്നു വെച്ച് നീ പിന്നെ നിനക്ക് നല്ല മനസ്സുണ്ടേല് ഇതിൻ്റെ ഉപദേശമൊക്കെ ഇതാ. ഞങ്ങളുടെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരുന്നവരോട് ഞാൻ കൂടെ പറയും, ഇവിടെ ഇരുന്ന് മെനക്കെടരുത്, പെട്ടെന്ന് പൊക്കോണം. ഇതിന്റെ പ്രമേണം ഇതാ. അപ്പൊ ഇത് മതമാറ്റം ഒന്നുമല്ല, ആളെ കൂട്ടാനൊന്നുമല്ല, ഉള്ള കാര്യമായി പറഞ്ഞ് ഇഷ്ടമുണ്ട് അംഗീകരിച്ചാൽ മതി. ഇത് സമ്മർദ്ദം ചെലുത്തുകയല്ല, ഒന്നുമല്ല. അവനവൻ തീരുമാനിക്കേണ്ട കാര്യമാണ്. ദൈവത്തിന് മഹത്വം. അപ്പോൾ ഒരു കാര്യം പറയാം, സുവിശേഷം എല്ലാവരും കേൾക്കണം. സകല സൃഷ്ടികളും ഇത് കേൾക്കണം. സകല ജാതികളും
ഇത് കേൾക്കണം. ഇത് തന്നെയാ കേൾക്കേണ്ടത്. വായിച്ച് 49 സങ്കീർത്തനം 1 വാക്യം. അറിവുള്ള വാക്യമാ എങ്കിലും ഒന്ന് വായിച്ചോ. ഈ വായിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നതല്ല, ഇതിനകത്തുള്ള കാര്യമാണെന്ന് അറിയിക്കാനും കൂടാ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. സകല ജാതികളുമായുള്ളവരെ ഇത് കേൾപ്പീൻ. സകല ഭൂവാസികളുമായുള്ളവരെ ചെവിക്കൊള്ളുവീൻ. ഇത് എല്ലാവരും കേൾക്കണം കേട്ടോ. എല്ലാവരും കേൾക്കാൻ കൊള്ളാവുന്നതാ ഇത്. എല്ലാവർക്കും കേൾക്കാം. മറ്റു കാര്യമൊന്നും എല്ലാവർക്കും കേൾക്കാൻ കൊള്ളുകയില്ല. ഇല്ലേ? പ്രായമുള്ള തള്ളമാര് സംസാരിക്കുമ്പോൾ അല്ലെ അപ്പന്മാര് സംസാരിക്കുമ്പോൾ പിള്ളേരെങ്ങാനും അടുത്ത് ചെന്നിരുന്ന ഉടനെ എന്തോ കേൾക്കാനാണ്. മൂത്തവര് വർത്താനം പറഞ്ഞതിൻ്റെ കീഴേ വന്ന് കേട്ടിട്ടില്ലേ ചോദിക്കുന്നത്? മൂത്തവര് വർത്താനം നിന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. മൂത്തവര് വർത്താനം പറയുന്നതിൻ്റെ കീഴേ വന്ന് എന്നെ കേൾക്കാനാണ്. അപ്പം കൊച്ചൻ കേൾക്കാൻ കൊള്ളാത്തതായി മൂത്തത് ഇരുന്ന് മൂത്തതിനുള്ള യാതൊരു വെളിവുമില്ല. കൊച്ചു പിള്ളേർ കേൾക്കാൻ പറ്റാത്തതായി മൂത്തത് ഇരുന്ന് പറയുന്നത്. അത് കേൾക്കാൻ പോടും. ഇപ്പോഴാണ് നേരെ തിരിഞ്ഞു. പിള്ളേർ നമ്മളെ സമ്മതിക്കുകയല്ല. അപ്പച്ചൻ എന്തിനാ ഞങ്ങൾ പിള്ളേർ പറയുന്നതിനിടെ? പിള്ളേർ അതിലും അറ്റ സാധനമാണ് പറയുന്നത്. അപ്പച്ചൻ കേട്ടേച്ച് നീരേറ്റുപുറം പാലത്തിൽ നിന്നെടുത്ത് യാടുക വെള്ളത്തിൽ. അതുപോലത്തെ സാധനം ആ പിള്ളേർ അടിച്ചങ്ങോട്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പ്രായമുള്ളതും കണക്കാ, പിള്ളേരും കണക്കാ, ഇടത്തരവും കണക്കാ, എല്ലാം കണക്കാ. എല്ലാവരും പറയുന്നത് എല്ലാവർക്കും കേൾക്കാൻ കൊള്ളുകയില്ല. എന്നാൽ സുവിശേഷം എല്ലാവർക്കും കേൾക്കാം. അപ്പച്ചനും അമ്മച്ചിക്കും കൊച്ചുങ്ങൾക്കും വല്യമ്മയ്ക്കും വല്യപ്പനും യൗവനക്കാരനും യൗവനക്കാരത്തികൾക്കും എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് യാതൊരു സങ്കോചവും കൂടാതെ ഒരു പ്രയാസവും കൂടാതെ കേൾക്കാൻ കൊള്ളാവുന്ന ഒരേ ഒരു വാർത്തയാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വർത്തമാനം, നല്ല വാർത്തയാണ് സുവിശേഷം. ദൈവത്തിന് മഹത്വം. അത് മുമ്പോട്ട് പോകാം. അപ്പൊ എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ? സകലരും രക്ഷപ്പെടാൻ. ആരാ കേൾക്കണ്ടേ? എല്ലാവരും കേൾക്കണം. സകല ജാതികളും കേൾക്കണം. ദൈവത്തിന് മഹത്വം. കേട്ടാനുള്ള വിശേഷത എന്നാന്നൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. അതെല്ലാം പറയാൻ ഇന്ന് നേരമില്ല. ഷാജി പാസ്റ്ററിനോട് സമയം പറഞ്ഞിട്ടുണ്ട്. നോക്കട്ടെ. ദൈവത്തിന് മഹത്വം. അപ്പോൾ എല്ലാവരും ഇത് കേൾക്കണം. 1-2 കാര്യമാണ് ആ ഭാഗത്ത് നിന്ന് പറയാം. അപ്പൊ ഇങ്ങനെ സുവിശേഷം കേൾക്കണം. ഇനി എങ്ങനാ ഇത് കേൾക്കേണ്ടത്, എങ്ങനാ പറയേണ്ടത്? 2 ഉണ്ട് വാക്യം. സുവിശേഷം എങ്ങനെ പറയണം? വായിച്ച് സുബി തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. എങ്ങനെ പറയണം? തെസലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, കുറെ വാക്യങ്ങൾ മാത്രം വിളിച്ചു പോകുന്നതല്ല. ചിലരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വാക്യങ്ങളെല്ലാം ഒത്തിരി കയ്യിലുണ്ട്. ചിലർക്ക് മനപ്പാടമാ, ചിലർ ഓർമ്മയില്ലാത്തവർ എഴുതി വെക്കും. ഗൂഗിളിലൊക്കെ കയറിയ ഒരാൾ പറഞ്ഞു ഗൂഗിളിൽ ഉണ്ടെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു വേദപുസ്തകത്തിലും ഉണ്ട്. ഇതിനകത്തതായിരിക്കും ഗൂഗിളിലോട്ട് കൊടുത്തത്. ഞാൻ കയറുന്നതിനൊന്നും എതിരല്ല. കയറിയാ ഇറങ്ങി വരണം. കയറി വേറെ സ്ഥലത്തൂടെ കയറി ഉണ്ടല്ലോ, ഇല്ലേ? ഉണ്ട്. അപ്പോൾ ഒരു കാര്യം, ഇത് എങ്ങനെയാ സംസാരിക്കേണ്ട സുവിശേഷം? ഒന്നുകൂടെ വാക്യം വായിച്ച എല്ലാവരും കേൾക്കട്ടെ. ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല, പിന്നെയോ ശക്തിയോടും പരിശുദ്ധാത്മാവോടും നിശ്ചയത്തോടും കൂടെ. അപ്പൊ ശ്രദ്ധിച്ച്, കുറെ വാക്യം മാത്രം പറയല്ല. നിങ്ങളെ ചിലരെ ശ്രദ്ധിച്ചിട്ടില്ലേ? വാക്യം നന്നായിട്ട് അറിയാം, വചനം നന്നായിട്ട് അറിയാം, പക്ഷെ ഒരു ശക്തിയില്ല. ആ ഇട്ട ഷർട്ട് അല്ലെങ്കിൽ ആ ഡ്രസ്സ് ഉടയി ആകട്ടെ, ഒരു തുള്ളി വിയർപ്പ് വരിക ആകട്ടെ, ഒരു ചലനം പോലും ഈ നിപ്പ് നിന്നുകൊണ്ട് പറയും. മത്തായി 4:5, 8:5, 9:12, 12:6, 13:4, 13:4 4ആയിട്ട് കീറിയാൽ അതിൻ്റെ ഒരു കീറിന് വേറൊരു 6 കീറ്. അതെല്ലാം നന്നായിട്ട് കീറി പറയുന്ന ആൾക്കാരുണ്ട്. എതിരല്ല, നല്ലതാ. പക്ഷേ ഇവിടെ പൗലോസ് പറയുക, കുറെ വാക്യം മാത്രം പറയുകയല്ല. ഞങ്ങളുടെ സുവിശേഷമേ ശക്തിയോടും പരിശുദ്ധാത്മാവോടും നിശ്ചയത്തോടും കൂടെ. അപ്പോൾ ഇങ്ങനെയാണ് ഈ സുവിശേഷം പറയേണ്ടത്. ഇതിങ്ങനെ പറയുമ്പോൾ കേൾക്കുന്നവന് ശക്തി ഉണ്ടാകും.
അങ്ങനെയാണല്ലോ സുവിശേഷം കൊർന്നല്യോസിന്റെ വീട്ടിൽ ചെന്ന് പത്രോസ് പറഞ്ഞപ്പോൾ വചനം കേട്ട എല്ലാവരുടെ മേലും ആത്മാവ് വന്നെന്ന. അങ്ങനെ പറയുമ്പോ അങ്ങനെ വരും. യാതൊരു അനക്കവുമില്ല, യാതൊരു ആവിയില്ല. ഇച്ചിരി വെളിവുള്ളവനും കൂടി ഇരുന്ന് ഉറങ്ങുക. അവൻ വന്നപ്പോ ഇച്ചിരി തെളിച്ച ഉണ്ടായിരുന്നു. ഇത് കേട്ടപ്പോ അവൻ പിന്നെ മാനക്കണ്ണടച്ചിരിക്കുക. എന്നാൽ പരിശുദ്ധാത്മ നിറവിലൊന്ന് പറഞ്ഞ് അവൻ വചനം കേട്ട എല്ലാവരുടെ മേലും വായിച്ചേ സുബി 10:44, അപ്പോസ്തല പ്രവൃത്തി 10:44. ഏതായാലും ഷാജി പാഷ നല്ലയാളിനെ ആ വാക്യം വായിക്കാൻ കിട്ടി. ഇന്നത്തേക്ക് വരുത്തിയതാ. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ നല്ല ക്ലിയർ ആയിട്ടാ വായിക്കും. എന്തിനാ ഈ ഹോട്ടൽ വായിക്കും. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ, ഈ വാക്കുകളെ സുവിശേഷമേ, ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും ദൈവകൃപയിൽ ശരണപ്പെട്ട് നീ വചനം പറഞ്ഞാൽ ആ വചനം കേൾക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും. ചിലർ ആത്മാവ് വന്ന ആരും അറിയുന്നില്ല, അവരും അറിയുന്നില്ല. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നാലൊന്ന് അറിയാം, കാണാനും കേൾക്കാനും ഉണ്ട്. അതല്ലേ പറഞ്ഞ ഞങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. ഇത് കാണാനുമുണ്ട് കേൾക്കാനുമുണ്ട് കേട്ടോ. അനുഭവിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇങ്ങനെ നിന്നാൽ ഒത്തിരി പറയും, ഞാനങ്ങ് പറഞ്ഞു നിൽക്കും. അതുകൊണ്ട് ആ ഭാഗം അങ്ങ് പിടിച്ചു നിർത്തുക. ഇന്ന് ട്രെയിന് ചങ്ങല വലിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാനങ്ങ് വലിക്കുക, ഇല്ലേ അങ്ങ് പോകും. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് സുവിശേഷം എങ്ങനെ സംസാരിക്കണം, എങ്ങനെ അറിയിക്കണം? ഇവിടെ ധന്യനായ പൗലോസ് പറയുക, ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യം മാത്രം അറിയിച്ചു പോകല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. അപ്പൊ ഇങ്ങനെ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ സുവിശേഷം ദൈവദാസന്മാരെ അറിയിക്കുമ്പോൾ എങ്ങനെയാ കേൾക്കേണ്ടത്? ചിലർ ഇരുന്ന് കേൾക്കുന്ന കണ്ടാ നമ്മൾ ഓർക്കാണ്ട് കഞ്ചാവ് അടിച്ചു വെച്ചിരിക്കും പോലെ. ചിലർ ഇരിക്കുന്ന കണ്ടിട്ട് വസന്ത കോഴി ഉണ്ടല്ലോ, കോഴിക്ക് വസന്ത വരുമ്പോൾ ഒരു എല്ലാവരുടെയും കാര്യമല്ല, ആ ഇരിപ്പും നോട്ടവും കാണുമ്പോൾ നമുക്ക് അങ്ങ് തോന്നും. ചിലരുടെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുക അടുപ്പമുള്ളൊരു ചായ കൊണ്ട് കൊടുത്താൽ, അല്ല ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങ് തോന്നുക. ദൈവത്തിന് മഹത്വം. അയ്യോ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ ദൈവത്തിന്റെ ദാസന്മാർ ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ സുവിശേഷം അറിയിക്കുമ്പോൾ എങ്ങനെയാ കേൾക്കേണ്ടത്? വായിച്ചേ സുബി, ഇപ്പം വായിച്ചേ അധ്യായത്തിന്റെ 6-ാം വാക്യം വായിച്ചേ. ബഹുകഷ്ടം സഹിക്കേണ്ടി കേൾക്കണേ, എല്ലാരും കേൾക്കണേ, പുറകെ ഇരിക്കുന്നവരും കേൾക്കണേ, ഇവിടെ ഇരിക്കുന്നവരും കേൾക്കണേ. എന്റെ പുറകെ 2 മമ്മി ഇരിക്കുക, കേൾക്കണമെന്നുണ്ടോ? കൊണ്ടുപോടും. എന്തിയാ നിന്റെ വേറെ ദിവസം കണ്ടില്ല? നീ പിന്നെ എന്നാ ഓർത്തോണ്ട് ഇങ്ങോട്ട് എന്നാ ഇന്നങ്ങ് ക്ഷമിക്കുക, അത് കേട്ടോണം. ഇടയ്ക്ക് ഞാൻ ചോദിക്കും. ജെയ്സന്റെ വേറെ പുസ്തകമുണ്ട്. പിന്നെ ജെയ്സൺ അറിയാൻ ഞാൻ ഇടയ്ക്ക് ചോദിക്കുമെന്ന്. നല്ല സഹോദരന്മാർ. നാളെ കൊണ്ടുവരണം കേട്ടോ. വണ്ടിയിലുണ്ടോ? വണ്ടിയിലിരിക്കട്ടെ. ഗാന ശുശ്രൂഷ ചെയ്യുന്നവരൊക്കെ വേറെ പുസ്തകമായിട്ട് വന്നോണം. ചിലടത്ത് ഉമ്മ കുന്ത കൊടുത്തോണങ്ങ് പോരും. അവന് പുസ്തകവുമില്ല, വായിക്കുകയില്ല, നോക്കുകയില്ല. വേറെ പുസ്തകമായിട്ട് വരാത്ത ഒറ്റ കയറ്റരുത്. ഉമ്മ അങ്ങ് വെടിക്കാരൻ്റെ കോഴി ഇറങ്ങും പോലെ ഇതാ നിന്നെ ഉയർത്തിക്കത്. ഇതെവിടെയും ഉയർത്തിക്കോണം. ഇത് മാറോട് ചേർത്ത് പിടിച്ചോണം. ഇത് പോകുന്നിടത്തല്ല ഇത് കൊണ്ടുപോക്കണം കേട്ടോ. ഒരു കുഴപ്പവും വരിക്കുന്നത്. കാലിന് ദീപവും, ഇത് പാതയ്ക്ക് പ്രകാശവും, ഇത് അണ്ണാക്കിന് മധുരവും. ഇത് നിന്റെ പ്രാണനെ തണുപ്പിക്കുന്നതും, ഇത് ഇളം പുല്ലിപ്പിക്കുന്ന മഞ്ഞ് പോലെയും അവൻ മാരി പോലെയുമുള്ള ദൈവത്തിന്റെ തിരുവെടുത്ത്. സ്തോത്രം. നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും, നിൻമുഖകാന്തിയൻ മ്ലാനത നീക്കും, നിൻ മധുരാമൃത വചനം ഇന്നതയാകെ പോകും. നിൻ മധുരാമൃത വചനം ഇന്നതയാകെ
ഷിനു അല്ലയോ, നമ്മുടെ ശ്രുതി ഒക്കെ അതുകൊണ്ട് വാക്യം വായിച്ചാൽ മതി, പാടുമ്പോൾ ഞാൻ പാടാം. സഹായിച്ചതിന് നന്ദി. നന്നായിട്ട് പാടുന്നുണ്ട്, പക്ഷേ നമ്മൾ എന്തോ ഞങ്ങൾ 2 ശ്രുതിക്കല്ലേ പാടുന്നു. പിച്ച് പിച്ച് 2 പിച്ചാ. പിച്ചല്ലല്ലോ. ആട്ടെ, നമ്മൾ 2 ശ്രുതിക്ക് പോയാൽ പുള്ളി കടന്നു കുഴയും. പുള്ളിക്ക് സുബീനെ ഉപേക്ഷിക്കാൻ പറ്റുമോ, എന്നെ ഉപേക്ഷിക്കാൻ പറ്റുമോ? അതുകൊണ്ട് പുള്ളി ആ കിടന്ന് വിഷമിക്കുന്നത്. അപ്പം വാക്യം നന്നായിട്ട് വായിക്കുന്നുണ്ട്, വായിച്ചു. അപ്പൊ ശ്രദ്ധിച്ചേ, സുവിശേഷത്തിന് ഒത്തിരി വിശേഷതയാണ്. അപ്പൊ ഈ ശരിക്കും സുവിശേഷം കേട്ടാൽ ദൈവത്തിന്റെ മഹത്വം, കേൾക്കുന്നവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടാകും. അപ്പൊ എങ്ങനെയാ സുവിശേഷം അറിയിക്കേണ്ടത്? പൗലോസ് പറയാ, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. ഇത് ഊകാഭോഗമൊന്നുമല്ല, ഇത് അമ്മുമ്മ കഥയൊന്നുമല്ല, ഇത് കിഴവിക്കഥയല്ല, ഇത് ഉമ്മാക്കി കഥയല്ല, ഉള്ള കാര്യമായി പറയാന്. പ്രൈസ് ദി ലോർഡ്. ഇതിങ്ങനെ അങ്ങോട്ട് പറയുമ്പോ എങ്ങനെ കേൾക്കണമെന്ന 6-ാം വാക്യം വായിച്ച സുബി. 6-ാം വാക്യം, ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്ദേശത്തോടെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട്. ഇന്ന് രാത്രി അങ്ങനെ കൈക്കൊള്ളണം എല്ലാവരും. കുഞ്ഞുങ്ങളെ എഴുതു അടി, മുടി കെട്ടുക നോടി. ഈ സ്ലൈഡൊക്കെ നന്നായിട്ടായിരിക്കുന്നു. ഇങ്ങോട്ട് നോക്കും മോളെ അവളെ ഇനി വിളിച്ചു. അവളെല്ലാം പിന്നെ നന്നായിരിക്കുന്നു, മിടുക്കിയാ നീ. ഇങ്ങോട്ട് നോക്ക്, നല്ല സ്ലൈഡും ഒക്കെ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇതെങ്ങനെ കേൾക്കണം എന്ന് ചോദിച്ചാൽ അവൻ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ കൈക്കൊള്ളണം. ബഹുകഷ്ടം നിങ്ങൾക്കുണ്ട്. തെസ്സലോനിക്കർക്ക് ബഹുകഷ്ടം. ഇവിടെ ഇരിക്കുന്ന പലർക്കും കഷ്ടങ്ങളുള്ളവരാ. പലവിധമാകുന്ന പ്രശ്നത്തിന്റെ അനുഭവത്തിൽ കൂടെ പോകുന്നവരായി എന്നെ കേൾക്കുന്നവർ. പറയാൻ പറ്റുന്ന വിഷയമുണ്ട്, പറയാൻ പാടില്ലാത്ത വിഷയമുണ്ട്, പൊതുവിൽ പ്രസ്താവിക്കാൻ പറ്റുന്ന വിഷയമുണ്ട്, ഹൃദയത്തിൽ ഞരങ്ങുന്ന വിഷയമുണ്ട്. ഇന്ന് രാത്രിയും ഞരക്കത്തോടെ വന്നവരുണ്ട്, ഇന്ന് രാത്രിയും മനോദുഃഖത്തോടെ ഇരിക്കുന്നവരുണ്ട്, ഹൃദയം ഞരക്കത്തോടിരിക്കുന്നവരുണ്ട്. എന്തെല്ലാം പ്രശ്നകലുഷിതമായ അന്തരീക്ഷങ്ങളിൽ കൂടി പോകുന്നവരാ. പക്ഷേ അതൊക്കെ നിങ്ങൾക്ക് എനിക്കുമുണ്ടെങ്കിലും ഒരു കാര്യം ഇന്ന് രാത്രി ഓർപ്പിക്കുക, ഇന്ന് രാത്രിയുടെ വന്നവർ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം കൈക്കൊള്ളണം. ഹല്ലേലൂയ. കഷ്ടവും പ്രയാസവും ഒക്കെ അങ്ങ് മാറ്റി വെച്ചേച്ച് പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊള്ളണം. വചനത്തിന് ശക്തിയുണ്ട്. അപ്പം ഇത് കൈക്കൊള്ളണം. ആട്ടെ, മുമ്പോട്ട് പോകാം. അപ്പം എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു എന്തിനാ സകല മനുഷ്യരും രക്ഷപ്പെടാൻ. ആരാ കേൾക്കണ്ടേ? സകല സൃഷ്ടികളും സകല ജാതികളും കേൾക്കണം. എങ്ങനെ പറയണം? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോട്. എങ്ങനെ കേൾക്കണം? പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ കൈക്കൊള്ളണം. 1-2 കാര്യമോടെ പറഞ്ഞ് ആ ഭാഗം വിടാം. സുവിശേഷത്തിന് ഒത്തിരി വിശേഷതയുണ്ട്, ഒത്തിരി ഉണ്ട് വിശേഷത. 1-2 വിശേഷത പറയാം. അതിലൊരു വിശേഷത ഞാൻ എപ്പോഴും പറയും, ഈ സുവിശേഷം അഭിമാനത്തോടെ പറഞ്ഞോണം. അതിന് ഇത് മാനം കെട്ടൊരു പണിയല്ലെന്ന്. ചിലർക്ക് ഇപ്പോഴും ഇത് പറയുമ്പോൾ നാണക്കേടാ. നിങ്ങളൊരുത്തം പറയുക, ഞാൻ അങ്ങനെ ആ പുള്ളിയോട് പറയുന്ന, പുള്ളി കുടുംബത്തിലെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ കുടുംബയോഗത്തിൻ്റെ പ്രസിഡൻ്റാണ്. കുടുംബയോഗത്തിൻ്റെ പ്രസിഡന്റ് വലിയ അവിടെ ഇതൊന്നുമില്ലടാ. അവിടെ സ്വർഗത്തിനും ഭൂമിക്കും പേര് വരുവാൻ കാരണമായ ഒരേ ഒരു കുടുംബമേ ഉള്ളൂ. മനസ്സിലായോ? ഒരു കുടുംബത്തിൽപ്പെട്ടതാ എല്ലാവരും. ഇവിടാണ് ഈ കുടുംബ മഹിമയല്ല. അതിപ്പം കുടുംബ മഹിമയൊക്കെ ഇച്ചിരി കാശും പുത്തനും വന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊക്കെ മുമ്പ് ഇതൊന്നും അങ്ങനെ ആച്ചാനൊക്കെ തലയാട്ടുന്നു. ശരിയാന്ന് ആ തലയാട്ടിയതിൻ്റെ അർത്ഥം. ഇപ്പോൾ ഈ 10 പുത്തനായി ഇച്ചിരി ചുറ്റുപാടൊക്കെ ആയപ്പോൾ കുടുംബയോഗം നടത്തുക. ആട്ടെ, ഇത് കുടുംബത്തിൻ്റെ കാരണവരാന്നേലും ദേശത്തെ പ്രമുഖനാന്നേലും നാട്ടിലെ പ്രമാണിയാന്നേലും സകല ആൾക്കാരോട് ഇത് പറയണം. യേശു ക്രിസ്തു നിക്കോദോമോസിനോട് പറഞ്ഞില്ലയോ വീണ്ടും ജനിക്കണമെന്ന്? ഇല്ലേ? പറഞ്ഞില്ലേ? പുതുജനനമേ വീണ്ടും ജനിക്കണം. ആരോടാ പറഞ്ഞു? വായിച്ചേ സുബി 3:1 യോഹന്നാൻ. നിക്കോദോമോസ് ആരാന്ന് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ആരാ? അപ്പൊ ആരോടൊക്കെ ഇത് പറയണമെന്ന് ഒന്ന് പറഞ്ഞു വെച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. അറിവുള്ള പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി. ഒന്നിപ്പം പരീശനാ. പരീശൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭക്തിയും വചനമൊക്കെ നല്ലത് കിട്ടമാ. പരീശനെ പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി. അപ്പൊ ഈ പുള്ളിക്ക് 3 ക്വാളിറ്റി അവിടെ. 1 പരീശനാണ്, 2 യഹൂദനാണ്, 3 പ്രമാണിയാ.
നിക്കോദിമോസ് എന്ന് പേരുള്ള ഒരു അപ്പൊ പരീക്ഷന്മാർക്ക് ഒരു ചിന്തയുണ്ട്, എനിക്കെല്ലാം അറിയാം, മറ്റവൻ എൻ്റെ അത്രോ ഒക്കുകയല്ല. അങ്ങനെ നമ്മുടെ ഇടയിലും ഉണ്ട്. ഞാനാണ് ഈ നെടുമ്പുറത്തെ ഏറ്റവും വലിയ വിശുദ്ധൻ, നിന്നെ പോലൊരു ഗതി കേട്ടവൻ. ചില പറയത്തില്ല ഈ സഭയിലെ മെയിൻ വിശുദ്ധൻ പുള്ളിയാ. അതൊക്കെ ദൈവം അളവുകോല് കൊണ്ട് നിന്നെ നോക്കും. ചിലക്ക് അങ്ങനെ ചില ചിന്തയുണ്ട്, ഞാൻ ഇപ്പോഴത്തെ ഏറ്റവും മിടുക്കന് വിശുദ്ധന്, എന്നെ പോലൊരു വിശുദ്ധൻ ഈ ഏരിയയിൽ ഇല്ല. അങ്ങനെയൊക്കെ ചിന്തിക്കും. പക്ഷേ ഒരു കാര്യം പറയാം, അങ്ങനെ ആണെങ്കിലും ആകട്ടെ, അവൻ സകല വ്യക്തിയോടും ഇത് പറയേണ്ടതാ. പരീക്ഷന്റെ മുഖത്ത് നോക്കിയ യേശു പറഞ്ഞ വീണ്ടും ജനിക്കണം. എനിക്ക് വചനം അറിയാം, ഉപദേശം അറിയാം, എന്നെ പോലെ മറ്റവരൊക്കത്തില്ല, ഞാനാണ് മിടുക്കൻ. അങ്ങനെയൊക്കെ ചിന്താഗതിയോടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്നോടും പറയാനുള്ളത്, നീയും വീണ്ടും ജനിക്കണം. ഒന്ന് പരീക്ഷൻ, രണ്ട് യഹൂദന് ഒത്തിരി വിശേഷതയുണ്ട്. യഹൂദന്മാർക്ക് മറ്റാരെയും അത്ര ഇഷ്ടമല്ല. കാരണം ഇവർ ദൈവത്തിൻ്റെ സ്വന്തം ആളാന്നുള്ള അഹങ്കാരമുണ്ട്. ഇവന്മാരെ പോലെ നാശം പിടിച്ചവന്മാരും. പുസ്തകത്തിൽ വാക്യമുണ്ട്, അത് ഞാൻ വായിപ്പിക്കുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം തെസ്സലോനിക്കർക്ക് എഴുതിയ ആ 1 ലേഖനം 2:15 ഒന്ന് വായിച്ചു. ഞാൻ റബറിൻ്റെ സംഘം മറന്നു പോയി, സുബിക്ക് അറിയാമെങ്കിൽ എടുത്ത് വായിച്ചു, പെട്ടെന്ന് വായിച്ചു. യഹൂദർ കർത്താവായ യേശുവിനെയും അത് തന്നെ യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും. എങ്ങനെയുണ്ട് യഹൂദനെ? എന്നോടൊരു അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞു, ഞാൻ യഹൂദനാന്ന്. ഞാൻ പറഞ്ഞു, മിണ്ടി വേറെ ആരോട്? നീ വടലത്തര ഒന്നും കയറി. ഒറിജിനൽ യഹൂദന്മാരെല്ലാം അങ്ങ് പോയി, ഇവൻ പിന്നെ ഇവിടെ പമ്മി നിൽക്കുക. യഹൂദനാന്ന്. ആ തുരുത്തിക്കാട്ടൊരു തള്ള പറഞ്ഞതാ, ഞങ്ങൾ യഹൂദന്മാരാ, വിശേഷിച്ച് ഞങ്ങളുടെ കുടുംബക്കാർ ബെന്യാമീൻ ഗോത്രക്കാരാന്ന്. ഈ തള്ളയ്ക്ക് പാട്ടല്ലാതെ വേറെ എന്നാ ചെയ്യാനാ? ഞങ്ങൾ ബെന്യാമീൻ ഗോത്രക്കാരാണ്. ഞാൻ പറഞ്ഞു, ഇവിടെ പറഞ്ഞായിരിക്കട്ടെ, വേറെ എങ്കിലും ചെന്ന് ഇനി യഹൂദനാന്ന് പറയരുത്. അതിന്റെ കുഴപ്പം വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. യഹൂദർ കർത്താവായ യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും. നല്ല കക്ഷികളാ. യേശുവിനെ കൊന്നവന്മാരാ, യേശുക്രിസ്തുവിനെ കൊന്നവന്മാരാ. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ ഏതാണ്ട് എഴുതി വെച്ചതാന്ന്. ആണ്ടെ വായിപ്പിക്കുകയല്ലോ, വേറെ പുസ്തകത്തിൽ നിന്നല്ലേ വായിപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നു. യഹൂദര് കർത്താവാകുന്ന യേശുക്രിസ്തുവിനെയും സ്വന്തം പ്രവാചകന്മാരെ കൊന്നവരും പിന്നെ ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും. ഞങ്ങൾ ആരാ? സുവിശേഷം പറയുന്ന പൗലോസിനെയും ശേഷമുള്ള അപ്പോസ്തലന്മാരെയൊക്കെ ഓടിച്ചു കളഞ്ഞവന്മാരാ. പിന്നെ അടുത്തത് 3, ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും. നല്ല കക്ഷികളാ യവന്മാര്. ദൈവത്തെ ചുമ്മാ ഇങ്ങനെ ഗീർവാണം അടിച്ച് നടക്കുക, ദൈവത്തെ ഒന്നും പ്രസാദിപ്പിക്കുകയല്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും. അറിയാമല്ലോ, സകല എണ്ണത്തിനും വിവരിക്കുന്നില്ല, വായിര്. ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകും എന്ന് പറഞ്ഞാൽ ഇവന്മാർക്ക് ആർക്കും ഇഷ്ടമല്ല മറ്റുള്ളവർ ഇതിനകത്ത് വരുന്നത്. അല്ല, ഈ മാർഗത്തിലേ നമ്മുടെ ഇടയിലും ഉണ്ട് ചില ആൾക്കാർ, ചിലർ വരുന്ന ചിലർക്ക് ഇഷ്ടമല്ല. ഇവനെല്ലാം രാവിലെ വേറെ പുസ്തകം പിടിച്ചുകൊണ്ട് ഓടുക, കാല് വന്ന നായ ഓടുന്നത് പോലെ. അകത്ത് കയറി കഴിയുമ്പോൾ മിക്ക അവനും സൂക്കേടാ. നമ്മൾ പറയാം, പാസ്റ്ററെ ഒരു പുതിയ കുടുംബം വരുന്നുണ്ടെ പാസ്റ്റർ പറയാം, കമ്മിറ്റിക്കാരോട് ചോദിക്കണം. കമ്മിറ്റിക്കാർ പറയാം, അത് അവരെ എടുക്കണ്ട, പിന്നെ മറ്റവനെ എന്നെ കിടത്തണോടാ. എവനെ എടുക്കണ്ട, മറ്റവനെ എടുക്കാം. എല്ലാം കണക്കാ ആന്നെന്ന്. നമ്മുടെ കുട്ടനാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഒരാറെ പോയതെല്ലാം കറിയാച്ചാ പറഞ്ഞാട്ടെ. ഒരാറെ പോയതെല്ലാം കറിയാച്ച. പൂളോനും പിള്ളേരും ഔചാനറിയ കേട്ടിട്ടില്ലേ പഴഞ്ചൊല്ല്? ഒരാറെ പോയതല്ല എന്നെ താടി കിട്ടാനക്കാര കാര്യം പറ. ദൈവത്തിന് മഹത്വം. ഒരാറെ പോയതെല്ലാം പൂളോനും രാഴ്ച കേട്ടിട്ടില്ലേ? ദൈവത്തിന് മഹത്വം. ചിലർ രക്ഷിക്കപ്പെട്ടു വരുന്നത് ചിലർക്ക് ഇഷ്ടമല്ല. ചിലർ സത്യദൈവത്തെ അറിഞ്ഞു വരുന്ന ചിലർക്ക് ഇഷ്ടമല്ല. ചില സഭയ്ക്ക് ചിലരെ കയറ്റുകയില്ല. ചില ഇടങ്ങളിൽ ചിലർക്ക് അവൻ അംഗത്വം കൊടുക്കുകയില്ല. ഇപ്പം പുതിയ ആവശ്യമറിയത്തില്ലോ, ചിലടത്ത് കൊടുക്കുകയില്ല. കേട്ടത് സ്വന്തമായിട്ട് വസ്തുവും വീടില്ലാത്തവർക്ക് കൊടുക്കുകയില്ലെന്ന് അംഗത്വം. എവിടാണെന്നും എന്നോട് ചോദിക്കരുത്, അറിയാമല്ലോ. സ്വന്തമായിട്ട് വസ്തുവും വീടും ഇല്ലാത്തവനൊന്നും അംഗത്വം എല്ലാം പോകാനിരിക്കുക. എങ്ങോട്ടാ നീ? സ്വർഗത്തിൽ പോവല്ലേ, വല്ല കുണ്ടം കുഴിക്കകത്ത് എന്ന്
ഒരു കാര്യം പറയാം, ഇതിനകത്ത് തണ്ട് തിരിക്കരുത്, തരം തിരിക്കരുത്, പക്ഷം പിടിക്കരുത്, കക്ഷി ചേർക്കരുത്, ഇതിനകത്ത് തർക്കമുണ്ടാക്കരുത്, വാദഗതി ഉണ്ടാക്കരുത്. നാം എല്ലാം ഒരു അപ്പത്തിന്റെ അംശികളാ, ഒരു ശരീരത്തിന്റെ അവയവങ്ങളാ. ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ, അതങ്ങ് വിടുക. അപ്പൊ ഈ ജാതികൾ രക്ഷിക്കപ്പെടുന്നത് ഇവന്മാർക്ക് ഇഷ്ടമല്ല, അവരിതിനകത്ത് വരുന്നത് ഇഷ്ടമല്ല. ഒന്നുകൂടെ വായിച്ചേ സുബി. ഷിനു, സകല മനുഷ്യർക്കും വിരോധികളും. ഷിനു എന്നല്ലേ? ഷിനു. ഞാൻ സുബി ആയിക്കോട്ടെ, എന്നാലും ഷിനു അല്ലേ? ഷിനു ആയിരു. സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിനായി ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമായ യഹൂദന്മാര്. അപ്പൊ ഒരു കാര്യം എന്ത് രാത്രി ഓർപ്പിക്കുക, ദൈവത്തിന് മഹത്വം. ഈ സുവിശേഷത്തിന്റെ വിശേഷതയാ എന്താണെന്നറിയാമോ? ഇത് അഭിമാനത്തോടെ പറയണം. അഭിമാനത്തോടെ വായിച്ച വാക്യം റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം വായിച്ച റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 21-ാമത്തെ തിരുവെടുത്ത്. അവനെ കുറിച്ച് അറിവ് കിട്ടിയിട്ടില്ലാത്തവർ കാണും, കേട്ടിട്ടില്ലാത്തവർ ഗ്രഹിക്കുമെന്ന് എഴുതിയിരിക്കുന്നത് പോലെ സുവിശേഷം അറിയിപ്പാൻ അഭിമാനിക്കുന്ന എന്നെ കേൾക്കുന്ന ബഹുമാന്യ ദൈവദാസന്മാരെ, എന്റെ സഹപടന്മാരെ, മാന്യ ദൈവമക്കളെ, നിന്റെ കുടുംബത്തിൽ ഉന്നതന്മാര് കാണും, മിടുക്കന്മാര് കാണും, എഞ്ചിനീയർമാരും പ്രൊഫസേഴ്സും ഡോക്ടേഴ്സും ബിസിനസ്സുകാരും ഒക്കെ കാണും. ആയിക്കോട്ടെ, പക്ഷെ ഏത് കൊലകൊമ്പനോടും ഇത് അഭിമാനത്തോടെ പറയണം. അച്ഛനോടും പറയണം, കൊച്ചച്ഛനോടും പറഞ്ഞോണം, ചെമ്മാച്ചനോടും പറയണം, കശീശയോടും പറഞ്ഞോണം, മെത്രാനോടും തിരുമേനിയോടും സെൻട്രൽ പാസ്റ്ററോടും സൂപ്രണ്ടിനോടും ഓവർസിയറോടും ഡിസ്ട്രിക്ട് പാസ്റ്ററോടും സകല എണ്ണത്തോടും ഐമേനിയോടും തിരുമേനിയോടും അത് മുഖ്യമന്ത്രിയോടും അവസരം കിട്ടിയാൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോടും അവസരം കിട്ടിയാൽ ആഭ്യന്തരമന്ത്രിയോടും അവസരം കിട്ടിയാൽ ഗവർണറോടും സകല മനുഷ്യനോടും ചീഫ് മിനിസ്റ്റർമാരുണ്ട് അവരോടും സുപ്രീം കോടതിയിലെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഉണ്ട് അവരോടും സകല മനുഷ്യരോടും ഇത് അഭിമാനത്തോടെ പറയണം. അല്ലാതെ സുവിശേഷം പറയാൻ നിനക്കൊരു അവസരം കിട്ടുമ്പം തന്ത്രി വന്നാലും മന്ത്രി വന്നാലും നീ ഉടനെ ചൂടരുത്. ഇത് അഭിമാനത്തിന്റെ മാർഗമാണ്. ഇത് വേദപുസ്തകമായിട്ട് കോടിക്കാരൻ പോകും പോലെ പമ്മി പോവുക. എന്തിനാടാ ഇങ്ങനെ ഞായറാഴ്ച പോകുന്നു? എന്നാളൊരുത്തൻ ഷർട്ട് പൊക്കി വെച്ച് മുണ്ടിനകത്ത് പുസ്തകം താത്തേച്ച് അവൻ ഷർട്ട് ഇട്ട് വെച്ചു. ഒന്നും അറിയാം എന്നതാടാ ഇത്? എടാ, നല്ല അന്തസ്സായിട്ട് ഈ പുസ്തകമായിട്ട് നടക്കണം. ഇത് ചത്തടിഞ്ഞ മാർഗമല്ല, ഇത് ഉയർത്തു ജീവിക്കുന്ന മാർഗമാണ്. ഇത് മണ്ണോട് മണ്ണായ മാർഗമല്ല, ഇന്നും ഇത് ജീവിക്കുന്ന മാർഗമാ. ഈ പുസ്തകം മോശമല്ല കേട്ടോ. ഈ പുസ്തകമാണ് നമ്മളെ ഉയർത്തിയത്. പുസ്തകം എന്ന് ഞാൻ പറയുമ്പോൾ ഈ പുസ്തകത്തിലെ പ്രതിപാദ്യ പുരുഷൻ നസറയനാകുന്ന യേശു ക്രിസ്തു. ക്രിസ്തുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോ പ്രിയരെ, നാം എന്തു ഭാഗ്യമുള്ളോ. ക്രിസ്തുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോ പ്രിയരെ, നാം എന്തു
വളരെ ഭയപ്പെടുന്നത് കൊണ്ട് വിവരിക്കുന്നില്ല. എനിക്കിന്ന് അങ്ങ് എൻ്റെ ഷാജി പാസ്റ്ററെ വെളുക്കോളം പ്രസംഗിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഉണ്ട്, ആട്ടെ, നിങ്ങൾ പേടിക്കണ്ട. ഇപ്പം നിങ്ങൾ എന്തിക്കാ കിളക്കം കയറിയതേ ഉള്ളോടാ, എപ്പോഴാണ് നിർത്തുന്നെന്ന്? ഓ, അങ്ങനെയൊന്നുമില്ല, ഇപ്പം നിർത്താം. ദൈവത്തിൻ്റെ മഹത്വം. എനിക്കിത് പറഞ്ഞിട്ടൊന്നും കൊതി തീരുന്നില്ല, ആർത്തിയും തീരുന്നില്ല. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഇന്ന് രാത്രി അല്പസമയം കൂടെ ഒന്ന് ഇരിക്കുക, അല്പസമയം കൂടെ. അപ്പൊ സുവിശേഷം എങ്ങനെ, ഇതിന്റെ വിശേഷത, ഇത് അഭിമാനത്തോടെ പറഞ്ഞോണം, ആരെയും കൂസരുത്. അതല്ലേ അഗ്രിപ്പാവിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, അഗ്രിപ്പാവ്, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണ. എന്നിട്ട് പൗലോസ് പറയുക, ഈ ചങ്ങല ഒഴികെ മുഴുവനെണ്ണോ എന്നെ പോലെ ആകണം. ഈ ചങ്ങല ഒഴികെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദോഷവും പ്രശ്നവും വരരുത്, പക്ഷെ മുഴുവനുണ്ടോ. ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ദൈവത്തിന്റെ മഹത്വം ആട്ടെ. അപ്പൊ എന്താ ഈ സുവിശേഷത്തിന്റെ വിശേഷത? ഒന്ന്, ഇത് അഭിമാനത്തോടെ പറയണം. രണ്ട്, സുവിശേഷത്തിന്റെ വിശേഷത, ഈ സുവിശേഷം നമ്മളെ യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കും. ഷിനു, ഞാൻ റെഫറൻസ് അങ്ങ് മറന്നുപോയി. ഷിനുവിന് വചനത്തിൽ തിട്ടമുണ്ടല്ലോ, അപ്പം ഒന്ന് വായിച്ച് സഹായിക്കണം. സുവിശേഷം നമ്മളെ അഭിമാനത്തോടെ നടക്കാൻ പഠിപ്പിക്കും, യോഗ്യമായിട്ട് നടത്തും. അവിടെ ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27-ാമത്തെ വാക്യം വായിച്ച ഷിനു. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 27. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോട് സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പി. അപ്പൊ ഈ സുവിശേഷത്തിന്റെ രണ്ടാമത്തെ ഒരു വിശേഷത, ഇത് യോഗ്യമായിട്ട് നടക്കാൻ പഠിപ്പിക്കുന്ന മാർഗമാണ് സുവിശേഷം. അല്ല, ഒരു കാലത്ത് ഇതിനകത്തിരുന്ന ഇപ്പൊ ഇരിക്കുന്ന പലരും അയോഗ്യമായിട്ട് നടന്നവരാ, ഇല്ലേ? മദ്യപിച്ച്, വെളിവ് കേട്ട്, ലെവല് കേട്ട്, ഭാര്യയും തല്ലി, പിള്ളേരെ ഉപദ്രവിച്ച്, വെച്ച കഞ്ഞി കുടിക്കാൻ അനുവദിക്കാതെ കാലുമടക്കി കലത്തിനിട്ടടിച്ച് കലവും ചട്ടിയെല്ലാം കൂടെ പൊട്ടി. ആണ് ഒരു സാക്ഷിയാ കറിയാച്ചൻ, ഇല്ലയോ? ഇല്ലയോ അച്ഛൻ? ഓ, മിണ്ടു, എഴുന്നേറ്റ് വന്ന് എല്ലാവരും കാണട്ടെ കറിയാച്ചൻ ആരാ. അങ്ങോട്ട് തിരിഞ്ഞു, ഈ ദൈവരാസൻ. ഇപ്പൊ ഈ മൈക്ക് അങ്ങോട്ട് കൊടുത്താൽ നല്ല പിള്ളേരുടെ ഭാഷയെ പറഞ്ഞാൽ ഇവന്റെ ഭാഷ വേറെ. നിന്റെ പേരെന്തുവാണ്? നിന്റെ പേര് ആദില്. ആദിലിന്റെ ഭാഷയെ പറഞ്ഞാൽ നല്ല വെടിക്കെട്ട് സാക്ഷി പറയും. അങ്ങനെ ഇല്ലയോടാ നീ പറഞ്ഞത്, വെടിക്കെട്ട്. അപ്പോൾ ഈ ബഹുമാനപ്പെട്ട കർത്തൃദാസൻ അല്ല, ഇതുപോലെ പല സഹോദരന്മാര് നാട്ടുകാർക്കും വീട്ടുകാർക്കും ദേശക്കാർക്കും അയലത്തുകാർക്കും എല്ലാം അവൻ സ്വൈര്യം കെടുത്തി, അവൻ മറ്റുള്ളവരെ ഉപദ്രവിച്ച് അനാവശ്യവും പറഞ്ഞ് അവൻ കുടിച്ചാച്ച് 4 കാലും പറിച്ച തുണി ഊരി തലയെ കെട്ടി. തുണി ഊരി നമ്മുടെ ഉന്നുപറമ്പിലെ ചായന ബി കുര്യൻ്റെ കാര്യം പറഞ്ഞത്. അവിടെ ഒരു നമ്മുടെ പുത്തങ്കളത്തിലെ അറിയാവില്ല കറിയാച്ച. പുള്ളിയും കുടിച്ചേച്ച്, പുള്ളി മക്കളുണ്ട്. അപ്പം പുള്ളി കുടി അങ്ങോട്ട് മൂത്ത് കഴിയുമ്പോൾ പിന്നെ ഇത് സാധനം ചെന്ന് കഴിയുമ്പോൾ പുള്ളി പിള്ളേരെ വിളിക്കുന്നത് ഇങ്ങനെ. അപ്പോൾ പേരുണ്ടേ, പി 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 പി. അപ്പോൾ നമ്മൾ നോക്കിയ പുള്ളി പി 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 പീലിക്കുഞ്ഞ്. പീലിക്കുഞ്ഞെന്ന് പറയാനാ ഇത് അകത്തി എന്നു. പാപ്പച്ചൻ കുടിച്ച് ലെവല് കെട്ട വരിക. എന്നുവെച്ചാൽ ഈ കുട്ടനാടല്ലേ, തെങ്ങും തടി ആയിട്ടേക്കുന്ന ചെറിയ അങ്ങോട്ട് വീട്ടിലോട്ട് കയറാൻ തെങ്ങും തടി. അപ്പോൾ 2 കമ്പ് അപ്പുറം ഇപ്പുറം നാട്ടിയിട്ട് കയറ് കെട്ടിയിട്ടുണ്ട്. തെങ്ങും തടി അറിയാമല്ലോ, തെങ്ങും തടിയെ കൂടെ കയറെ പിടിച്ച് ഇയാൾ കുടിച്ചു വെളിവ് കെട്ടേച്ച് നേരെ ആ തോട്ടിലോട്ടിറങ്ങി നീ തോന്നിട്ട് തെങ്ങും തടിയെ ഇത്രയും വലിയ കയറാരാടാ കെട്ടിയെന്ന്. എങ്ങനെയുണ്ട്? വെള്ളത്തിൽ കൂടെ പുള്ളി നീന്തി വെച്ച് തെങ്ങ് തടിയെ പിടിച്ച ഇത്രയും വലിയ കയറ്. കാരണം പിടിച്ചിട്ട് ഒന്ന് കയറ്
അപ്പൊ ഒരു കാര്യം പറയാ, എല്ലാം ഞാൻ വിവരിക്കുന്നില്ല. കുടിച്ച് ലെവല് കെട്ട് ആമൻ ഉടുതുണി പോലും ഇല്ലാതെ ആ സദൃശവാക്യത്തിലൊക്കെ കാണുമ്പോൾ വായിക്കുന്നുണ്ടല്ലോ, ആർക്ക് കഷ്ടം, ആർക്ക് കലകം, ആർക്ക് സങ്കടം, ആരാ നേരം വൈകിക്കുന്നത്. ആമൻ സ്തോത്രം. മദ്യം രുചിച്ചു നോക്കുന്നവർക്കും അത് വീഞ്ഞ് തിളങ്ങുന്ന പാത്രത്തിൽ ആമൻ എടുക്കുന്നതും കുടിക്കുന്നതും ഒക്കെ രുചിച്ചും ആസ്വദിച്ചും ഒക്കെ പോയി അവരെന്നെ തല്ലി ഉപദ്രവിച്ചു, കൊണ്ടില്ല നോന്തില്ല എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർക്കും വീട്ടുകാർക്കും അയലത്തുകാർക്കും ഭാര്യ തലേ കൈവച്ച് പ്രാഗിയില്ലയോ. ഞാൻ കേട്ടതാ, ഒരു സഹോദരി സ്വന്തം ഭർത്താവിന് ദൈവമേ ഈ കാലനെ കാലമാമ്പ് കൊത്തുകയില്ലെന്ന് എൻ്റെ ചെവി കൊണ്ട് കേട്ടതാ. ഒരു പെറ്റതള്ള സ്വന്തം മകൻ കുടിച്ച് തള്ളേനെ തല്ലി അപ്പനെ തൂമ്പായിക്കായ്ക്ക് അടിച്ചു. കുറ്റമല്ലി പറയുന്നത് അപ്പൊ ഈ തള്ള നെഞ്ചത്തടച്ച് ദൈവമേ ഈ ആണ്ടിലെ വെള്ളിടി ഇവന്റെ നെഞ്ചത്ത് വെട്ടണേന്ന്. അതെന്നെ അങ്ങനെ പറയാൻ, വെട്ടണമെന്നുള്ള ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല, അതുപോലെ സ്വസ്ഥത കെടുത്തി. വെച്ച കഞ്ഞി കുടിപ്പിക്കുന്നില്ല. കുഞ്ഞുങ്ങൾ ഭയപ്പെട്ട് പേടിച്ച് പഠിക്കാനൊക്കുന്നുണ്ടോ, സ്വസ്ഥതയുണ്ടോ? എത്ര കുടുംബം ഈ മൈക്ക് വിടിരിക്കുന്ന പലരുടെയും കയ്യിലോട്ട് കൊടുത്താൽ പലരും ഇന്ന് രാത്രി കയറി വന്ന് പറയും, പാസ്റ്ററെ ഞങ്ങളുടെ വീട്ടിലെ കാര്യമായി പറഞ്ഞത്. എന്നാൽ യേശു ക്രിസ്തു ഉള്ളത്തിൽ വന്നപ്പോൾ, യേശുവിന് ഹൃദയം കൊടുത്തപ്പോൾ, യേശുവിന് രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നോയിക്ക് എന്ത് യോഗ്യമായിട്ടാ വന്നിരിക്കുന്നേ. ദൈവത്തിന് മഹത്വം. അതെന്നാ പോലീസിന്റെ ലാത്തിക്കോ തത്വ സംഹിതകൾക്കോ പ്രത്യയ ശാസ്ത്രങ്ങൾക്കോ ഭീഷണിയുടെ വാക്കുകൾക്കോ മതത്തിന്റെ ആലോചനകൾക്കോ സംഘടനകളുടെ സ്വാധീനങ്ങൾക്കൊന്നും മാറ്റം വരുത്താൻ കഴിയാത്ത ഒരു മാറ്റമാണ് സുവിശേഷത്താൽ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷം യോഗ്യമായിട്ട് നിന്നെ നടക്കാൻ പഠിപ്പിക്കും. നേരത്തെ ഷർട്ടുണ്ടെങ്കിൽ ബട്ടൺസ് ഇല്ല. ഈ ബട്ടൺസ് ഇവിടെ ഇടുന്നത് കാണുമ്പോ ഇപ്പൊ താണ്ട് എല്ലാം കൃത്യമായി ഇടുന്നത്, യോഗ്യമായിട്ട് നടക്കും. മീശയൊക്കെ ഉള്ളവർ മീശ വെട്ടി, മീശ പഠിച്ചവനാന്തേലും ഒന്നും രാവിലെ ഷേവും ചെയ്ത് തലമുടിയെല്ലാം വെട്ടി വൃത്തിയുള്ള വസ്ത്രം ഒരു ജോടി ഉള്ളതിലും തേച്ച് കഴുകി കഞ്ഞി മുക്കി അതൊക്കെ തേച്ച് തേണ്ടിരിക്കുന്നത് എന്ത് വൃത്തിയായിട്ടായിരിക്കുന്നു നോക്കുന്നു. എന്ത് യോഗ്യമായിട്ടാ. സംസാരം യോഗ്യമല്ലേ? നേരത്തെ രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ വഴക്കുണ്ടാക്കുമ്പോൾ അതിൻ്റെ ദൈവമേ കണ്ണ് പൊട്ടുന്ന ഡാഷ് കണ്ണ് പൊട്ടുന്നു. ഞങ്ങളുടെ സഭയിലൊരു തള്ള വരും, തള്ള എന്നോട് പറഞ്ഞു, പാസ്റ്റർ എൻ്റെ നല്ല ഫസ്റ്റ് ക്ലാസ് തെറിയുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, തള്ളയെ മിണ്ടരുത്. ഇല്ല ഞാൻ പറയത്തില്ല, എൻ്റെ കയ്യിലുണ്ട്. ഇത് ഇന്നും ഉണ്ടായിരുന്ന സഭായത്തിന്, ഇന്നും തള്ളനെ ഞാൻ ഒതുക്കി വെച്ചിരിക്കുക. എന്നോടാ പറഞ്ഞ എൻ്റെ നല്ല ഫസ്റ്റ് ക്ലാസ്. ഞാൻ ചോദിച്ചു, തള്ളയെ കൊടുങ്ങല്ലൂ പള്ളു വല്ലോ ആണോ? എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. മിണ്ടരുത്. ഇല്ല ഞാൻ പറയത്തില്ല, എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയുണ്ട്. ഒരു കാലത്ത് വഴക്കിൻ്റെ അപ്പം എന്നോട് അവർ പറഞ്ഞതാ, വേറൊരു സഹോദരി അവരെ തെറി പഠിപ്പിച്ചെന്ന്. രാവിലെ പോകും, അപ്പം അവർ തെറിയുടെ ക്ലാസ് എടുക്കും. നടന്ന കാര്യമായി പറഞ്ഞ് പിന്നെ തെറിക്ക് ക്ലാസ് ഉണ്ട്. ചുമ്മാ വായി വരുന്ന പറയാനൊക്കത്തില്ല, അല്ല കോള് കൊള്ളിച്ച് പറയണം. അപ്പൊ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള അനാവശ്യമൊക്കെ പറയുന്നവരുണ്ട്. എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് ഒരഭിപ്രായ വ്യത്യാസമോ വീട്ടിലാന്നേലും അയലത്താന്നേലും ഒക്കെ നമ്മളെ പള്ളു പറയുന്നവർ, ആക്ഷേപിക്കുന്നവർ, അതെ നമുക്ക് എതിരെ സംസാരിക്കുന്നവരൊക്കെ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണെന്നറിയാമോ? എൻ്റെ അനുഭവത്തിൽ സ്തോത്രം പറയും, ഹല്ലേലൂയ പറയും. അതന്നെ സുവിശേഷം യോഗ്യമായിട്ട് നിന്നെ നടക്കാൻ പഠിപ്പിക്കും. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അടിയും ബഹളവും കത്തിക്കൂത്തുമായിരുന്നു ഒരു കാലത്ത്. ഇപ്പോഴോ ഇപ്പൊ അടിക്കാൻ വന്നാൽ സ്തോത്രം പറഞ്ഞുകൊണ്ട് നീ അങ്ങ് കൊള്ളുക. എന്നാ കാര്യം? സുവിശേഷം യോഗ്യമായിട്ട് നിന്നെ നടത്താൻ പഠിക്കും. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ഈ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ആ ഭാഗത്ത് നിന്ന് ഒരു കാര്യവും കൂടെ പറഞ്ഞു ചിഞ്ഞ് മടങ്ങി വന്ന് വേഗത്തിൽ നിർത്താം. ഷാജി പാസ്റ്റേ 9:30 നിർത്താനോ? സാങ്ഷൻ എപ്പോൾ വരും ഉണ്ട്? 10 മണി വരും. എന്നാൽ 9:30 നിർത്താം. 10 ഉണ്ടെങ്കിൽ 9:30 നമുക്ക് നിർത്താം. അരമണിക്കൂർ മുന്നേ നിർത്തിയേക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ സുവിശേഷത്തിൻ്റെ വിശേഷത ഒന്ന്, ഇത് അഭിമാനത്തോടെ പറയണം. 2, ഇത് യോഗ്യമായിട്ട് നടക്കാൻ നമ്മളെ പഠിപ്പിക്കും. യോഗ്യം. 3, അതോടെ പറഞ്ഞ ആ ഭാഗം വിടുക. സുവിശേഷം പ്രത്യാശ തരുന്ന മാർഗം. പ്രത്യാശ തരും.
ഷിനു വായിച്ചേ കൊലോസി ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. പെട്ടെന്ന് വായിച്ചു. 1:3. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുൻപ് കേട്ടതായി. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുൻപ് കേട്ടതായി. സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തിന് എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, സുവിശേഷത്തിന്റെ വിശേഷത ആ വാക്യത്തിൽ 2 കാര്യമാണ് അടങ്ങിയിരിക്കുന്നത്. ഒന്ന്, ആ 3-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ ഷിനു, ഒന്നുകൂടെ വായിച്ചേ. സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ ശ്രദ്ധിച്ചേ. സുവിശേഷത്തിന്റെ വിശേഷത 1, ഇത് അഭിമാനത്തോടെ പറയണം. 2, ഇത് യോഗ്യമായിട്ട് നിന്നെ നടക്കാൻ പഠിപ്പിക്കും. പഠിച്ചുകൊണ്ടിരിക്കുക. യോഗ്യമായിട്ട് വസ്ത്രം ധരിക്കും, യോഗ്യമായിട്ട് സംസാരിക്കും, യോഗ്യമായിട്ട് ഇടപെടും, യോഗ്യമായിട്ട് പ്രവർത്തിക്കും, യോഗ്യമായിട്ട് വർത്തിക്കും. അതിനൊറ്റ മാർഗമാണ് സുവിശേഷം. മാത്രമല്ല, സുവിശേഷത്തിന്റെ 3-ാമത്തെ വിശേഷതയ്ക്കകത്ത് 2 കാര്യമാ. അതിൽ 1-ാമത്തെ കാര്യമാ 3-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ. സുവിശേഷത്തിന്റെ സത്യവചനം. കേട്ടോ, സുവിശേഷത്തിന്റെ സത്യവചനം എന്ന് പറഞ്ഞാൽ ഇത് കെട്ടുകഥയൊന്നുമല്ല, ഉള്ള കാര്യമായി പറയുന്നത്. ഇത് സത്യവചനമാ. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിന്റെ വചനത്തിന്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ല. സുവിശേഷം സത്യവചനമാ. ഇതൊക്കെ മുമ്പേ ഓർപ്പിച്ചല്ല, കാലിന് ദീപവും പാതയ്ക്ക് സത്യവചനം. നമ്മൾ പാടുകല്ലേ, സത്യവചനം കേട്ടു നീ വാ, നിത്യജീവൻ നിനക്കേകിടുമേ. സത്യവചനം ചേർന്ന് പാട്. ഷിനു പാടിക്കോ, വായിക്കോ. നിനക്കേകിടുമേ ഇപ്പരും ജീവ പുസ്തകത്തിൽ അപ്പോൾ സുവിശേഷത്തിന്റെ 3-ാമത്തെ വിശേഷതയ്ക്കകത്ത് 2 കാര്യമാ. 1, ഇത് സത്യവചനമാ. 2, അവിടെ എഴുതിയിരിക്കുന്നത് സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുൻപ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. നിർത്ത്. സുവിശേഷത്തിന്റെ 3-ാമത്തെ വിശേഷത ഇത് പ്രത്യാശയുടെ മാർഗമാണ്. സുവിശേഷം പ്രത്യാശ തരുന്നതാണ്. ആ പ്രത്യാശ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. എന്തെല്ലാം പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ അനുഭവിച്ചവരായിരിക്കുന്നത്. എന്നാലും ആ ചിരിയും സന്തോഷമൊക്കെ കണ്ടോ, അതന്നെ നല്ല പ്രത്യാശയാണ്. കടമുള്ളവർ ഇതിനകത്തുണ്ട്, എന്നാലും എന്ത് പ്രത്യാശയോടായിരിക്കുന്നത്. സ്വന്തമായിട്ട് വീടില്ലാത്തവർ ഇതിനകത്ത് ഇരിപ്പുണ്ട്, ഇല്ലേ? കൈ പൊക്കിക്കുക. സ്വന്തമായിട്ട് എല്ലാവർക്കും വീടാണ്. അങ്ങോട്ട് പോക്ക് കാണാൻ കണ്ടോ, എന്നാലും എന്ത് സന്തോഷത്തോടായിരിക്കുന്നു. ആ ഇരിപ്പ് കണ്ട ആ വീടില്ലെന്ന് വല്ലതും പറയും. വീടുള്ളവനാണ്ട ഉമ്മ കൂടെ ചക്ക ഇരിക്കും പോലെ ഇളങ്ങിയിരിക്കുന്നു. നാടില്ല നമുക്ക് ഉലകിൽ, വീടില്ല നമുക്ക് മരുവിൽ. നാടില്ല നമുക്ക് ഉലകിൽ, വീടില്ല നമുക്ക് മരുവിൽ. സ്വർലോകത്തിൻ തങ്കത്തരുവിൽ നാം കാണും വീണൊന്നു വിരവിൽ. സ്വർലോകത്തിൻ തങ്കത്തരുവിൽ നാം കാണും വീണൊന്നു വിരവിൽ. അൻപാർന്നോരൻ പര ഉലകിൽ തുമ്പങ്ങൾ തീർക്കുവാൻ വരുമേ. എൻ പാടുകൾ അകന്നിടുമേ, ഞാൻ പാടി കീർത്തന ചെയ്യുമേ. എൻ പാടുകൾ അകന്നിടുമേ, ഞാൻ പാടി കീർത്തനം. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത.
സുവിശേഷം പ്രത്യാശ തരുന്നതാ. ഇവിടെ വീടില്ലെങ്കിലും നമ്മുടെ പ്രത്യാശ നല്ലൊരു വീട് അവിടെ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ശ്രീകുമാർ പാസ്റ്ററൊക്കെ നല്ല പ്രത്യാശ കൊടുത്തിരിക്കുന്നത്, ഇല്ലയോ? ദൈവത്തിൻ്റെ മകത്ത് സ്തോത്രം. എന്തോ ആവശ്യ പോവാന്നോ നിർത്തണമെന്നോ ആവശ്യം? ഇപ്പം നിർത്താം. ആവശ്യാനാന്നോ രാഷ്ട്ര പ്രാർത്ഥിക്കുന്നത്? എനിക്ക് തോന്നി പിന്നെ എങ്ങനെയല്ലേ നിർത്ത്, എനിക്ക് പ്രാർത്ഥിച്ചു പോകണമെന്നാണ്. അവിടെ ഈ ദൈവത്തിൻ്റെ മകത്ത് ഇതുപോലൊരു യോഗം നമുക്ക് അവിടെയും കൂടെ വെക്കാം. ദൈവത്തിൻ്റെ മകത്ത് പണ്ട് ഞങ്ങളുടെ വാപ്പച്ചൻ പറഞ്ഞ പോലെ ഇതൊരു യോഗം അവിടെയും കൂടെ വെക്കാം. ഇപ്പം നിർത്താം. വാപ്പച്ചൻ തന്നെ പ്രാർത്ഥിച്ച ആശീർവാദം പറയാനുണ്ടല്ലോ ദൈവത്തിൻ്റെ മകത്ത്. അപ്പൊ ശ്രദ്ധിച്ചേ, ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രിയരെ ഈ സുവിശേഷം നമുക്ക് പ്രത്യാശ തരുന്നതാ. എന്താ ഒത്തിരി ഉണ്ട് പ്രത്യാശ, എല്ലാം പറയാൻ നേരമില്ല. എന്താ പ്രത്യാശ? പ്രത്യാശ നമ്മുടെ നേതാവ് തിരിച്ചു വരും. ഇവിടെ എത്രയോ നേതാക്കന്മാർ വരുമെന്നും പറഞ്ഞാന്നോ പോയത്? പോയിട്ടൊന്നും പറഞ്ഞില്ല. നമ്മൾ ചോദിക്കല്ലേ എങ്ങനെയാ പുള്ളി പോയത്? ഒന്നും പറഞ്ഞില്ലേ? ഒറ്റ ഇക്കിള് കൊണ്ട് പുള്ളി പോയി കിട്ടി. ഇവിടെ വന്ന പല നേതാക്കന്മാരും ഒരിക്കലും ഒരു ഞെട്ടലും ഒരു കുടച്ചിലുമായിട്ട് പോയപ്പോൾ നമ്മുടെ നേതാവ് അങ്ങനൊന്നും അല്ല പോയത്. നമ്മുടെ നേതാവ് പോകാൻ നേരത്ത് അരുമ ശിഷ്യന്മാരെ എല്ലാം വിളിച്ചു വരുത്തി പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയും, ഞാൻ നിങ്ങൾക്ക് എൻ പിതാവിൻ കൃപേ ഇൻപമേറ്റും പല എൻ പിതാവിൻ കൃപ ഇൻപമേറ്റും പല എൻ പിതാവിൻ കൃപ. என் பிதாவின் கிருபை இன்பமேயும் பல என் பிதாவின் கிருபை. என் பிதாவின் கிருபை இன்பமேயும் பல என் பிதாவின் ഇൻപമേയും പല സമൃദ്ധ പാപനങ്ങൾ ഉണ്ടതിനാൽ ഇനി സമൃദ്ധ പാപനങ്ങൾ ഉണ്ടതിനാൽ ഇനി ചിത്തം കലങ്ങിടൊല്ല പോയി വരും ഞാൻ നിന്റെ ചിത്തം കലങ്ങിടൊല്ല പോയി വരും നമ്മുടെ പ്രത്യാശ. സുവിശേഷം പ്രത്യാശ തരുന്നതാ. അതിലൊന്ന് നേതാവ് തിരിച്ചു വരും. അതുകൊണ്ട് ഈ നേതാവിൻ്റെ പുറകെ വന്നാൽ ഒരു കുഴപ്പവുമില്ല. വേറെ പല നേതാക്കന്മാരുടെയും പുറകെ പോയാൽ മെച്ചപ്പെട്ട് നല്ല പൊസിഷനൊക്കെ കിട്ടുമ്പോൾ പിന്നെ നിന്നെ ഒന്നും അറിയത്തില്ല. പണ്ട് എന്നോട് ഒരാൾ പറഞ്ഞ, ഞാനവനെ നിക്കറ് വരെ കഴുകി കൊടുത്തവനാ, അവൻ ഇപ്പം 10 പുത്തം കിട്ടിയപ്പോൾ എന്നെ ലോകമതാ ഇല്ലേ? ശ്രദ്ധിച്ചേ, എത്രയോ പേർക്ക് പാർട്ടിക്കാർക്കൊക്കെ, അല്ലെങ്കിൽ കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും BJP ആണെങ്കിലും ഏത് പാർട്ടി ആണെങ്കിലും അതിൻ്റെയൊക്കെ ആരംഭ സമയത്ത് കഷ്ടപ്പെട്ട് എത്രയോ പേരുണ്ട്. അവരെ ഒന്നും പലരും അറിയുന്നില്ലല്ലോ. ഇപ്പോഴാണ്ട് പ്രായമായി വടി കുത്തി ഒന്നുമില്ല, പലരും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ എല്ലാം പുത്തം കൂറ്റുകാരാ. പിന്നെ വല്ലപ്പോഴും ചിലപ്പോൾ ഒരു മാല കൊണ്ടുവന്ന് ഇടും, അല്ലെ ഒരു നല്ല തോർത്ത് കൊണ്ടുവന്ന് ഉറപ്പിക്കും. ഇവർക്കത് മതി. കുറ്റമല്ല ഈ പറയുന്നത്. പലരും നിന്നെ അറിയത്തില്ല, മറക്കും. പക്ഷേ ഈ നേതാവിനെ സേവിച്ചാൽ ഈ നേതാവ് നിന്നെ കൈവിടുകയല്ല.
ഓ, ഞാൻ നിന്നെ അനാഥനായിട്ട് വിടത്തില്ല. മാത്രമാണോ, മറ്റ് സംഘടനകളും പാർട്ടിക്കാരുമല്ല പ്രായമാകുമ്പോൾ ആരും മൈൻഡ് ചെയ്യത്തില്ല. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ പറയും നമ്മുടെ ഒരു പഴയ ഞാൻ പറയുന്നില്ല, നിങ്ങളങ്ങ് പറഞ്ഞാൽ മതി. നമ്മുടെ ഒരു പഴയ പക്ഷേ നമ്മുടെ നേതാവ് പറഞ്ഞതിനാണെന്നറിയാവോ, നരയ്ക്കോളം ചുമക്കും, വാർദ്ധക്യവും നരകവുമുള്ള കാലത്തോളം നിന്നെ ഉപേക്ഷിക്കത്തില്ല. മാത്രമാണോ, പോകാൻ നേരത്ത് പറഞ്ഞേച്ച് പോയാ ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ. എന്നാൽ നമ്മുടെ പ്രത്യാശ എല്ലാം വിവരിക്കാൻ നേരമില്ല. നേതാവ് തിരിച്ചു വരും. 2 സ്ഥലം ഒരുക്കുന്നുണ്ട്. 3 ഒരുക്കേച്ച് ഇങ്ങോട്ട് വരും. 4 വന്ന് ഹായ് എന്ന് പറഞ്ഞേച്ച് പോകുമല്ല, നമ്മളെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ ചെന്നേച്ച് എതിലേലും പോടാന്നല്ല, താൻ ഇരിക്കുന്ന ഇടത്ത്. ഇതൊക്കെയല്ലേ പ്രത്യാശ. ഈ പ്രത്യാശ ഇതിനകത്തേ ഉള്ളു കേട്ടോ. മാത്രമാണ് ഞാൻ മരണ വീടുകളിലൊക്കെ പറയും, നമ്മുടെ പ്രത്യാശ തന്നെ നമ്മളെ വിട്ട് മൺമറഞ്ഞ അപ്പനോ അമ്മയോ സഹോദരനോ സഹോദരിയോ കർത്താവിൽ നിദ്ര പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉയർത്തു വരും. ഉയർത്തു വരിക മാത്രമാണോ, അവരെ കാണുമെന്ന്. അത് കാണുന്നത് കുളക്കോടിയായിട്ടൊന്നുമല്ല. അച്ഛനാന്ന് തോന്നുന്നു. എവിടെ? വാഴയുടെ മൂട്ടിലാന്നല്ലോടെ അച്ഛൻ നിൽക്കുന്നു. അമ്മച്ചിയാ എവിടെ? ആണ്ട വാഴത്തണ്ടല്ല. രാമൻ കാക്ക വന്നിരിക്കുക. ഇവർ പറയുക അമ്മച്ചിയാന്നോടി കാക്കയായിട്ട് വന്നിരിക്കുന്നു. അയ്യോ, കാക്കയായിട്ടും കോടിയായിട്ടും കൊക്കായിട്ടും ഒന്നുമല്ല വന്നിരിക്കുന്നത്, പൂത്താൻ ശരീരത്തോടാ. പൂത്താൻ ശരീരം. ഓ, എനിക്കങ്ങ് നിർത്താൻ തോന്നുന്നില്ല. നിർത്താൻ അടങ്ങുക ഞാൻ. അതിനെയും പിന്നെങ്ങാനും പാട്ടല്ലയോ ഉള്ളതാണ്. പുതികന്ധം നിറയുമീ, പുതികന്ധം നിറയുമീ ദേഹം തകർ നീടുമേ. മംഗളം മംഗളമാ നീ വാഴും നമ്മളെല്ലാരും. മംഗളം മംഗളം മംഗളം. പുത്തനാകും ശരീരത്തെ, പുത്തനാകും ശരീരത്തെ ദത്തം ചെയ്യും നായകൻ. അന്ന് ദത്തം ചെയ്യും നായകൻ. മംഗളം മംഗളമാ ഇനി വാഴും നമ്മളെല്ലാരും. മംഗളം 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 മംഗളമാ ഇനി വാഴും നമ്മളെല്ലാരും. മംഗളം മംഗളം. മംഗളം പാടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയരുതെന്ന്. അതുകൊണ്ട് ഇനി ഒന്നും പറയുന്നില്ല. ഷാജി പാസ്റ്റർ വായിച്ച വാക്യത്തിൻ്റെ അവിടെ വന്നില്ല. ദൈവം അനുവദിച്ചാൽ, കർത്താവ് സഹായിക്കുകയാണ്, അവിടുന്ന് അനുവദിച്ചാൽ എന്നേലും ചിന്തിക്കാം. ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാ മാതാപിതാക്കളും കുഞ്ഞുങ്ങളും, നിന്റെ പേരെന്താണോ? ആദർശം ആദിൽ ഏത് സഭയിലാണ്? CS എന്നാലും നീ വന്ന് പുരണ്ടിയിരിക്കുന്നല്ലോ. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. അണ്ട ബന്ധുക്കോസുകാരെല്ലാം പുറകെ പമ്മിയിരിക്കുക. അന്നേരം അവൻ വന്ന് പുരണ്ടിയിരിക്കുക. ദൈവം നിന്നെ അനുഗ്രഹിക്കൂടാ. നിന്റെ പെങ്ങളാണോ അത്? അപ്പുറത്തെ വീട്ടിൽ അവളെയും കൂടെ അവൻ കൊണ്ടുവന്നേക്കുന്നത്. എങ്ങനെയുണ്ട്? ദൈവം നിന്നെ അനുഗ്രഹിക്കും. അവൻ മാത്രമല്ല, അപ്പുറത്തെ വീട്ടിൽ അവളെയും കൂടെ. എൻ്റെ കുഞ്ഞെ, ദൈവം നിന്നെ അനുഗ്രഹിക്കുവാടാ. ആണ്ടിരിക്കുന്ന സ്വന്തം വണ്ടിയെ ഒരെണ്ണത്തിനെ കയറ്റുകയല്ല, അന്ന് ഇരിക്കുക. ചാവിയും കറക്കി ഇരിക്കുക. എടാ, വന്നപ്പോഴെങ്കിലും അപ്പുറത്തുകാരനെ കൂടെ വിളിച്ചോണ്ട് വരണ്ട. ആണ്ട ഇവനെ കണ്ടുപിടിക്കും. ദൈവം നിന്നെ അനുഗ്രഹിക്കും കേട്ടോ. ദൈവം നിന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കും. അവനെ അനുഗ്രഹിക്കുന്ന പറയുമ്പോൾ അവനുടനെ എല്ലാവരെയും അനുഗ്രഹിക്കും. ഇന്ന് രാത്രി എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.
ഇതുവരെ കേട്ടിരുന്നല്ലോ. എല്ലാവർക്കും നന്ദി. എന്നെ ക്ഷണിച്ച കർത്തദാസന് സഭയ്ക്കും നന്ദി. ബഹുമാന്യ ദൈവദാസന്മാർക്ക് നന്ദി. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാനും അങ്ങ് ചോദിക്കുക. നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ പോരാടി എല്ലാറ്റിലുപരി ആമേൻ കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങണം. യേശുക്രിസ്തു ഏകദൈവം. സുവിശേഷം എല്ലാവരും കേൾക്കണം. ഈ സുവിശേഷത്താനുള്ള നന്മ അനുഭവിക്കണം. അതിന് ഈ ശുശ്രൂഷ, ഈ സഭ, ഈ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ആശീർവദിച്ചും പ്രാർത്ഥിച്ചും എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ഒരപേക്ഷ, 1 മിനിറ്റ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. തീരെ വയ്യാത്തവരിരുന്നു, അല്ലാത്തവരൊന്ന് എഴുന്നേറ്റ് ആ 2 കരങ്ങളും ഉയർത്തി ദൈവത്തെ ഒന്ന് മകത്തൊന്ന് വീശി. ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളാൽ ചേർന്ന്. ഓ ഇന്നും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും ഒരിക്കൽ കൂടെ. ഓ ഇന്നും ഞാൻ ചേർന്ന് പാടി കരങ്ങൾ വീശി. ഓ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളാൽ. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. എല്ലാവർക്കും ഇരിക്കാം. ഈ സ്ഥലം തന്ന പ്രിയപ്പെട്ടവരെയും ക്ഷണിച്ചവരെയും ദേശവാസികളെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു. എല്ലാത്തിനും നന്ദി. കർത്താവിൻ്റെ വരവിനായിട്ടൊരുങ്ങാം. ദൈവം സഹായിക്കട്ടെ. ആമേൻ.